ടാസ്ക് ആണ് ഏറ്റവും ഒന്ന് സ്മൈല് കീപ്പ് ചെയ്യലും പിന്നെ എപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവലും. ബാക്കിയുള്ള ടാസ്ക് ഒക്കെ ഓൾറെഡി നമ്മള് ഇപ്പൊ ഇന്നലെ പറഞ്ഞ പാരന്റിങ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓൾറെഡി എനിക്ക് അങ്ങനെ തന്നെയാണ്. വലിയ കുഴപ്പമില്ല, ഞാൻ അങ്ങനെ തന്നെ ഒരുവിധം കെയർ ചെയ്തിട്ടാണ് കൊണ്ടുപോവാറ്. പക്ഷെ ഈ രണ്ട് സാധനം ഞാൻ ചെയ്യാറില്ല. ഏത് സ്മൈൽ ചെയ്യലും ഗ്രേറ്റ്ഫുൾ, എന്ത് ചെയ്യുമ്പോഴും നമ്മള് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ചെയ്യലും. അത് ചെയ്യുമ്പോ നമ്മളിപ്പോ എന്ത് ഡള്ളായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അതല്ല എന്തെങ്കിലും വിഷമായിട്ടിരിക്കുകയാണ് പെട്ടെന്ന് നമുക്ക് ആ ടാസ്ക് ആ സ്മൈൽ ചെയ്യണല്ലോ എന്ന് ആ സ്മൈൽ കൊണ്ടുവരുമ്പോ പെട്ടെന്ന് ആ സിറ്റുവേഷൻ മാറാണ്. നമ്മൾ വെറുതെ ഉണ്ടാക്കി ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മളെ ബോഡി ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വേറെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അതുപോലെ തന്നെ ഗ്രേറ്റ്ഫുൾ ആവുമ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമ്മൾ അത് എപ്പോഴും അത് ചെയ്യുമ്പോൾ നമുക്ക് ഇല്ലാത്തത് നമുക്ക് ഓർമ്മ വരുന്നില്ല. നമ്മൾ മേലൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മളാട്ടി കൂടുതലുള്ളവരെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും അതില്ലല്ലോ എന്നുള്ള ചിന്ത വരിക. ആ ഒരു തിങ്കിങ് വരില്ല. നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവും. നമുക്ക് എന്ത് ചെറുത് കിട്ടിയാലും നമുക്ക് ഇതിപ്പോ കിട്ടിയല്ലോ അങ്ങനത്തെ ഒരു ഫീലാണ്. ഈ രണ്ട് ടാസ്കാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായത്. ബാക്കിയുള്ളതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ എനിക്കൊന്നും കൂടിയും പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ രണ്ട് ടാസ്കാണ്. ഷാന സിസിയിലേക്ക് വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഷാനയുടെ എക്സ്പീരിയൻസും ആഫ്റ്റർ സിസി എന്താണ് സംഭവിച്ചതെന്ന് കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ. എന്റെ ഫാമിലിയിൽ ഇപ്പൊ ഒരു 3/4 ആൾക്കാർ ഇവിടെ ഉണ്ടാവും. അവർക്കൊക്കെ അറിയാം. എന്താ പറയാ, ഇപ്പൊ ചിലവരെന്നെ പറഞ്ഞു രാവിലെ സിസിയുടെ ക്ലാസ് ഉള്ളപ്പോ നമ്മളെ സിസി 7 days ഉള്ളപ്പോ ആ നേരത്തെ എണീറ്റ് കുളിക്കുക. നമ്മളെ ഫാമിലിയിൽ 2 ആൾക്കാരുണ്ട്. ഞങ്ങളെ പറയുന്നത് തന്നെ കുളിക്കാൻ മടിയുള്ള ഒരു ഇതാ. ഒരു ദിവസം കുളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് വലിയൊരു ഭാരപ്പെട്ട പണിയുന്നു. അങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനത്തെ പിന്നെ എല്ലാ കാര്യങ്ങളും ലാഗാണ്. ഇപ്പൊ അൽഹംദുലില്ലാ ആ ഒരു സംഭവം പിന്നെ മോർണിംഗ് പേഴ്സണായി എന്നൊരു ഡ്രീമാണ്. അന്ന് 5 മണി എന്ന് പറയുന്ന ഒരു റീൽസ് കാണില്ലേ, ആ നാളെ 5 മണിക്ക് നിൽക്കണം, നാളെ 5 ആ സാധനമാണ്. പക്ഷെ ഇപ്പൊ അൽഹംദുലില്ലാ അതൊക്കെ സെറ്റാണ്. ഇപ്പൊ എനിക്ക് അക്യുപഞ്ചറിന്റെ ക്ലാസ് ഓൺലൈനിൽ 4:30 ഉണ്ട്. അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പവറാണ്. സിസി ഇതിലും അടിപൊളിയാണ്. അത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ നമ്മളുടെ ക്ലാരിറ്റി, നമ്മളെ ഏതിലാണ് നമ്മൾക്ക് ഏതാണ് ഒന്നുകൂടി നമ്മളുടെ ലൈഫിൽ എന്താണ് നമ്മുടെ പവർ എന്നുള്ളത് അത് തിരിച്ചറിഞ്ഞിരുന്നു. അപ്പൊ നമ്മളെ ലൈഫിൽ ഏത് ഭാഗത്താണ് നമുക്കൊരു കഴിവുള്ളത്, നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടും. ആ പേര് പോലെ തന്നെ ക്ലാരിറ്റി കോഡ് പോലെ തന്നെയാണ് ആ സംഭവം. മൈൻഡ് ക്ലിയർ ആക്കി ലൈഫ് സെറ്റ് ആക്കി തരും. ഷാനയുടെ ഫാമിലിയിൽ എന്ത് ചേഞ്ച് ആണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്? ഫാമിലിയില് ഇപ്പൊ നമുക്ക് ആരെന്ത് ചെയ്ത് ഫാമിലിയിൽ എന്ന് പറഞ്ഞാല് എല്ലാവരുടെയും ഇപ്പൊ എന്തില്ല കുഴപ്പമില്ല. മറ്റേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. അതുപോലെ ഇപ്പൊ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ആളുടെ പ്രഷർ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് സീനില്ല. കാരണം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് തിങ്ക് ചെയ്യും ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള. മറ്റേത് അങ്ങനെ ആയിരുന്നില്ല. ആളെന്ത് പ്രഷറാണ്, ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ, ആ ഒരു ഫീൽ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്തിട്ടാ കുഴപ്പമില്ല. പിന്നെ മോർണിംഗ് പേഴ്സൺ ആയപ്പോ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ സമയമുണ്ട്. എന്റേതായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ മടി ഉണ്ടായിരുന്നു, ആ സംഭവം ഇല്ല. ഹാപ്പിയാണ്. കരിയറിൽ എന്ത് ഷിഫ്റ്റ് ആണ് ഉണ്ടായത്? കരിയറിൽ എനിക്ക് സ്റ്റഡീസ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ പഠിക്കും, എന്നെ പഠിക്കാൻ സമ്മതിക്കും, ഫാമിലിയിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടാവും എന്ന് ഞാൻ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അക്യുപഞ്ചറിന് ചേർന്ന് അത് ഹസ്ബൻഡിന്റെ സമ്മതത്തോടെയാണ്. പിന്നെ ആൾ തന്നെയാണെന്ന് പറഞ്ഞത് ഈ മെന്ററിങ്ങിന്റെ കോച്ച് ആവാനുള്ളത് നീ പഠിച്ചോ. അപ്പൊ ഞാൻ പറഞ്ഞു ഓഫ്ലൈൻ ആണ്, അങ്ങനെയൊക്കെ കൊണ്ടോണ്ടി വരും. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ കൊണ്ടുപോവാന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു റിപ്ലൈ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അൽഹംദുലില്ലാ ഇപ്പൊ എല്ലാം സെറ്റാണ്. താങ്ക് യു ഷാ. അപ്പൊ വലിയൊരു ഷിഫ്റ്റ് ആണ് ഷാനയുടെ ലൈഫിലേക്ക് സിസി കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരാളെ കേൾക്കാം. നാഫിയ. വലൈക്കും സലാം. എന്താണ് ഈ ഒരു 10 days ടാസ്കിലൂടെ കടന്നുപോയപ്പോ ഫീൽ ചെയ്തത്? ഫസ്റ്റ് ആറ്റിറ്റ്യൂഡ് പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടി ഉണ്ടായിട്ടിരുന്നില്ല ഞാന്. പിന്നെ ഫോർഗീവ്നെസ് എനിക്ക് സിസിയിൽ ജോയിൻ ചെയ്തിട്ടേ പറ്റിയിരുന്നില്ല. അത് എനിക്ക് ആ ടാസ്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഫോർഗീവ്നെസ് ചെയ്തിട്ട്
പിന്നെ ഹസ്ബൻഡിന്റെ ഫാമിലിക്ക് പോകുമ്പോ എനിക്ക് അവിടേക്ക് പോകുമ്പോഴുണ്ടല്ലോ അവരുടെ ആ ഭാഗം എത്തിക്കഴിഞ്ഞ് എന്റെ നെഞ്ഞിങ്ങനെ ഇടിക്കും. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇന്ന് അവിടേക്ക് ചെല്ലുമ്പോ പെട്ടെന്നൊരു ടെൻഷനാവും. വെറുതെ നമുക്ക് തോന്നണതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം അങ്ങോട്ട് നോമ്പറക്കാൻ വേണ്ടി പോയപ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു അവിടെ. എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഭയങ്കര ഫീൽ ആയിരുന്നു. എന്ത് പണിയെടുക്കുമ്പോഴായാലും എല്ലാരോടും സംസാരിക്കുമ്പോഴായാലും പിന്നെ ചിലപ്പോ എനിക്കങ്ങനെ ജസ്റ്റ് തോന്നാറുള്ളതാ, അവിടെ ഇങ്ങനെ പണികൾ എടുക്കുമ്പോ ജ്യേഷ്ഠത്തി അനിയത്തിയൊക്കെ സംസാരിക്കുമ്പോ നമ്മളുടെ മൈൻഡിലേക്ക് വരുന്ന ഓരോ ചിന്തകളാണ്. അത് ഇതിനെ പറ്റിയിട്ടാവോ പറയണ്ടാവാ, ഞാൻ എന്തെങ്കിലും ചെയ്യണത് തെറ്റായിട്ടാണോ എന്നുള്ളതൊക്കെ എനിക്ക് തോന്നാറുള്ളതായിരുന്നു. അങ്ങനെയുള്ളത് തോന്നിയേ. പിന്നെ ഉമ്മാരാണ് എന്തെങ്കിലും നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അവര് അത് നെഗറ്റീവായിട്ട് എടുക്കുവോ, അവർക്ക് ഇനി വിഷമാവോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. അതൊന്നും ഉണ്ടായിരുന്നില്ല. അവരിനി എന്ത് കാട്ടിയാലും അതൊന്നും എന്റെ ഹൃദയത്തേക്ക് അതൊരു കണക്റ്റ് ആവാത്തൊരു ഫീൽ ആയിരുന്നു. പിന്നെ വീട്ടിൽ വന്നാലും ഞാന് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിക്കും, അവരെന്തിനാവില്ല എങ്ങനെ ചെയ്തത്. അവര് ചിലപ്പോ ചിന്തിച്ചിണ്ടാവില്ല. ഞാനായിട്ട് ചിന്തിച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞ് അത് വലിയ ഒരു സംഭവമാക്കി പിറ്റത്തെ ദിവസം ഹസ്ബൻഡ് വിളിക്കാത്ത രീതിയിലാക്കും. പക്ഷെ എന്റെ വിഷമങ്ങളാവും ഞാൻ പറയണ്ടാവാ. അപ്പൊ അതിന് കേൾക്കുമ്പോ അതിന് വേറെ രീതിയിലാവും ഹേർട്ട് ആവുക. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഹസ്ബൻഡ് തന്നെ എന്നോട് പറഞ്ഞു, മാഷല്ലാ ഇപ്രാവശ്യം പോയി വന്നിട്ട് ഒരു പരാതിയില്ല, പ്രശ്നങ്ങളും ഇല്ല, ഈ ഭയങ്കര കൂളായിട്ടല്ല ഇരിക്കണത്. അത് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. അവിടെ പോയി വന്നെന്നുള്ള ഒരു ഫീല് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. നമ്മളെ ബോഡി അത്രയും റിലാക്സ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കല്ലെങ്കിൽ അവര് വരുമ്പോഴായാലും നമ്മളിൽ നിന്നൊരു കുറവ് വരരുത്, അവിടെ പോയാലും ഇന്ത്യയിൽ നിന്നൊരു തെറ്റ് വരരുത്, ഒന്നും ഉണ്ടാവില്ല. അവരെല്ലാരും സ്നേഹിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ എന്തോ ഒരു മനസ്സിൽ ഇങ്ങനെ തോന്നും, നമ്മളായിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളത്. പക്ഷെ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെല്ലാരും എന്നെ സ്നേഹിക്കണ്, ഞാൻ അവരെ സ്നേഹിക്കണ്. മാഷാഅള്ളാക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എന്റെ മോളൊക്കെ ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യത്തിന് ഞാൻ തല്ലുവിടാറുള്ളതാ. ഇപ്പൊ ഒരാഴ്ച 2 ആഴ്ചത്തോളം ആയിണ്ടാവും തല്ലുവിടാറേ ഇല്ല. വീട്ടിലൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ പറഞ്ഞ് ഞങ്ങൾ തല്ലുവിടും, ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി. അപ്പൊ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഓളെന്നെ പറയണ്ട് ഇടക്കിടക്ക്, ഓ ഉമ്മച്ചിരിന്ന് ചീത്തട്ട് കുറച്ച് ദിവസം ഒന്ന് ചീത്ത പറയാ. അപ്പൊ ഹസ്ബൻഡ് ആയിട്ടില്ല, ആരായിട്ടില്ല. അപ്പൊ ഇക്കാക്ക് ഇടക്കിടക്ക് വിളിച്ച് സംസാരിക്കാൻ തോന്നുന്നു. എന്റെ ഇക്ക എന്നോട് സംസാരിക്കുമ്പോ എന്നോട് ഇപ്പൊ പറയുന്നത്, ഇക്ക് നാട്ടിലേക്ക് ഒന്ന് വരാൻ തോന്നണം, ഇപ്പൊ ഒന്ന് കാണാൻ തോന്നണം. ആ ഒരു സ്റ്റേജ് അങ്ങനെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. അങ്ങനെ അങ്ങനെ അടക്കം എന്നോട് പറഞ്ഞു. അല്ലെങ്കിൽ എന്റെ ഫേസ് ആയാലും എന്റെ ശരീരമായാലും ഞാൻ വെറുതെ ചിന്തിക്കണ ടെൻഷനുകളാണ്. അപ്പൊ നമ്മളുടെ ബോഡി വെയിറ്റ് ഉള്ള പോലെ തോന്നാം, ഉറക്കത്തിൽ നിന്ന് എണീറ്റാലും അതെ. എപ്പോഴും പിന്നെ എനിക്ക് ചിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിക്കും, ഞാൻ എല്ലാരോടും ചിരിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് ആലോചിക്കും, എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങള് ഇല്ലാത്ത കഥാവും, എന്നിട്ട് അതിങ്ങനെ കയറ്റിയെടുത്ത് മൈൻഡിൽ കയറ്റിച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചിന്തിച്ചോണ്ട് നടക്കും. അപ്പൊ അത് ഹസ്ബൻഡ് വിളിക്കുമ്പോ ചിലപ്പോ ആ ചിന്തയിൽ ഇരിക്കുമ്പോഴാവും വിളിക്കുക. അപ്പൊ സംസാരിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ ചിരിക്കില്ല. അപ്പൊ അവരെന്നെ പറയും, ഞങ്ങൾ ഇങ്ങനെ വിളിക്കുമ്പോ ഒന്ന് ചിരിച്ച് സംസാരിച്ചൂടെ. പക്ഷെ ഞാൻ ചിരിക്കില്ല. അപ്പൊ എന്തെങ്കിലും പിന്നെ വെറുതെ പണികൾ എടുക്കുക, കുട്ടികളെ നോക്കുക, ഒന്നിനൊരു ടൈം ഉണ്ടാവും. പിന്നെ കുറെ മൊബൈലും മേലിൽ ഇരുന്ന് ഇങ്ങനെ കളിക്കും. ആർക്കും വിളിക്കാൻ വർത്താനം പറയാം. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും വിളിക്കുന്നുണ്ട്, കുറെ സമയമുണ്ട്, ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. മാഷാഅള്ളാ ഈ റമദാനില് കുറെ ഓതാൻ പറ്റി. കരിയറിൽ എന്ത് ഷിഫ്റ്റ് ആണ് ഉണ്ടായത്? എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, ഞാനിങ്ങനെ സ്റ്റക്ക് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? മാഷാഅള്ളാ എനിക്ക് ഇപ്പോ ഇങ്ങനെ ഒരു മെന്ററിങ്ങിൽ ഞാൻ ചേരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. CC ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒരു കോച്ച് ഉണ്ടെന്ന് എന്നോട് ഷാനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അതിനൊന്നും എനിക്ക് ചേരാൻ പറ്റില്ല, വേണ്ട. ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പറയാണ്ട് പോലും സമ്മതിക്കൂല, എന്തിനാ വെറുതെ.
അതിന് പക്ഷെ എന്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടാനു. പക്ഷെ പറഞ്ഞാൽ ഞാൻ അവരെന്താ ചിന്തിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാതിരുന്നു. പിന്നെ ഞാൻ പറയാ കാത്തിക്കണ പോലെയാണ്. എനിക്ക് ഓക്കെയാണ്, ചേർന്നോ, അപ്പൊ എന്തിനായാലും നിക്കണ്, ക്യാഷ് ആയാലും അതൊന്നും ഒരു പ്രശ്നമല്ല, ഈ ചേറി എന്റെ ലൈഫിൽ വേണ്ടിട്ടല്ലേ എന്നുള്ള ആ ഒരു ഇത് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷായി. എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പി. ഇപ്പൊ ഈ CCയിൽ ജോയിൻ ചെയ്ത് പിന്നെ എന്തിനാ പറയണ, കുളിക്കാന് മടിയായിരുന്നു. നേരത്തെ എനിക്ക് കുളിക്ക പിന്നെ തഹജ്ജുദ് നിസ്കരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വലിയൊരു ഡ്രീമായിരുന്നു. അത് പറ്റുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ അങ്ങനെ ആയപ്പോ തന്നെ നമുക്ക് കുറെ ഓതാൻ പറ്റുന്നുണ്ട്, കുറെ സമയങ്ങളുണ്ട്. നമുക്കല്ലെങ്കിൽ നേരത്തെ എണീക്കാതെ അവിടെ കിടന്ന് ഉറങ്ങും. 6 മണിക്ക് നിസ്കരിച്ചാലും അവിടെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു 9 മണി 10 മണി ആവുമ്പോ പിന്നെ ആ ഒരു ഹാങ് ഓവറിലാണ് കിച്ചണിൽ കയറലും. അപ്പൊ തീരെ നമുക്കൊരു ടൈം ഇല്ലാത്ത പോലെ. ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CCയിൽ ജോയിൻ ചെയ്ത ഒരു 2 ദിവസം ഉണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ 2 ദിവസം കറക്റ്റ് ചെയ്ത്. പിന്നെ ഒരു 4-5 ദിവസം വേണ്ട, എന്തിനപ്പൊ ഇങ്ങനെ ചെയ്യണ് എന്നുള്ള ഒരു മടി കയറി. ഇതിപ്പോ വലിയ കാര്യമുള്ളതൊന്നും അല്ല എന്നുള്ള നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഉപബോധ മനസ്സിലേക്ക് കടന്നു വരും തോന്നുന്നുണ്ട്. വേണ്ട, എണീക്കണ്ട എന്നല്ല. പിന്നെ അവിടെ ഇങ്ങനെ 2 ദിവസം അങ്ങനെ മടിച്ചിട്ട് കുളിക്കാതെ ഡോണാക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത്. അപ്പൊ അപ്പോഴും ഞാൻ ചിന്തിച്ചത് എന്താ, ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പൊ നമ്മളിപ്പോ എന്നും അള്ളഹാനോട് പറയണല്ലേ, നിസ്കരിച്ച് പറയണതല്ലേ, അത് അതൊക്കെ വേണ്ട. അങ്ങനെ ഇപ്പൊ പറഞ്ഞിട്ട് എന്ന് അള്ളഹാനോട് പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോഴും എല്ലാ കാര്യങ്ങളും ഇപ്പൊ രാത്രി ആയാലും പകലായാലും ഇതൊക്കെ ചെയ്യണം. പിന്നെ ഇപ്പൊ സ്പെഷ്യലായിട്ട് ഇപ്പൊ എന്തപ്പത്ര പറയാനുള്ളത്, അങ്ങനെ ഒരു മനസ്സിലേക്ക് വന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു, എന്തിനും ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാനൊന്നുമില്ല. അന്ന് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരുന്നുണ്ട്. പിന്നെ കൊറേ തന്നെ പറഞ്ഞു ചിലപ്പോ എനിക്ക് വല്ല വട്ടായി മാറും. അതൊന്നും വേണ്ട, നിർത്താം, അങ്ങനെ മനസ്സിൽ വീണ്ട. ഏതായാലും CCയിൽ ജോയിൻ ചെയ്തത് അതെന്ത് ഇരിക്കട്ടെ എന്നുള്ള ഒരു മൈൻഡിലേക്ക് വന്നു. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഞാൻ നന്നാവാനല്ലേ, ഞാൻ തന്നെ എടുത്ത തീരുമാനമല്ലേ. അല്ലാതെ മാം പറഞ്ഞു തരുന്നുണ്ട്, മറ്റേ ഷാൻ എന്നോട് ഇടക്കിടക്ക് എന്റെ സ്വഭാവം ആൾക്കാരുടെ ഇടക്കിടക്ക് എന്നോട് പറഞ്ഞു, ഈ നേരാവണട്ടാ, ഈ പൈസ മുടക്കിയിട്ട് ഞങ്ങള് ടൂൾസ് പറഞ്ഞു തരുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ട് ഈ പ്രവർത്തിച്ചാലേ എനിക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. ഇന്റെ ഇത് കണ്ടിട്ട് അവൾക്ക് ടെൻഷൻ ആയിട്ടാണ് അവള് പറഞ്ഞത്. പക്ഷെ ഫാമിലിയിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. എന്നാ ഞാൻ വെറുതെ ഇരുന്ന് ചിന്തിക്കണതും മടിയും കാരണം കൊണ്ട് അവള് ചേർത്തിയതാണ്. അപ്പൊ ഞാൻ പിന്നെ വീണ്ടും ചിന്തിച്ചു. അപ്പോൾ പിന്നെ അതിൽക്ക് ഒരു ദിവസം ഇങ്ങനെ വെറുതെ വേണ്ട, ശരിയാവണം, എനിക്കിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരും, ഞാൻ തന്നെ മാറണം എന്നുള്ള. പിന്നെ എണീക്കല് കുളിക്കല് നിസ്കാരം അത് പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പൊ അത് മുടക്കാൻ പറ്റുന്നില്ല. അത് ആ റൂട്ടിൽ ഇങ്ങനെ പോകുമ്പോ നമ്മ ചിന്തിച്ചതിനെക്കാട്ടും വേറൊരു ലൈഫ് നമുക്ക് ഉണ്ടോന്ന് എന്നുള്ളത് കാണിച്ചാണ്. എല്ലാതും നമുക്ക് ചെയ്യാൻ പറ്റും, എല്ലാത്തിലേക്കും പോകും. നമ്മളൊരാൾ മാറിയത് കാരണം ചുറ്റുള്ളവരൊക്കെ ഹാപ്പിനെസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാനൊരാൾ മാറി, മറ്റുള്ളവരൊന്നും മാറിയിട്ടില്ല. ഹസ്ബൻഡ് ആവട്ടെ, മക്കളാവട്ടെ, ഫാമിലീസ് ആവട്ടെ, ആരും. പക്ഷെ ഞാനൊരാൾ മാറിയപ്പോ എല്ലാവരും ഹാപ്പിയാണ്. എന്റെ ഉമ്മാക്കടക്കം ഇപ്പൊ ഞാൻ ഉമ്മാടെ ഇങ്ങനെ ക്ലാസ്സിന് അപ്പൊ ഉമ്മ പറഞ്ഞു, മാഷാ അല്ലാ എന്റെ മോള് ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെ പറയണുണ്ട്. ആ ഫസ്റ്റ് ടൈം ഇതിൽ ചേർന്നപ്പോ എന്റെ ഉമ്മ എന്നെ ചീത്ത പറഞ്ഞതാണ്, ഈ അല്ലാണ്ട് തന്നെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആളാണ്, ഇപ്പൊ ഇതിലും ചേർന്നിട്ട് ഇനിയിപ്പൊ എന്തൊക്കെ ഉണ്ടാവണാവോ, താത്ത ആകെ മാറുന്ന് പറഞ്ഞു എന്റെ ഉമ്മാടും അനിയത്തിനോടും. അവരെന്നെ പറഞ്ഞപ്പോ താത്ത വിളിക്കുമ്പോ ഞങ്ങക്ക് സന്തോഷമാണ്, താത്താടെ ഓരോ ഉപദേശങ്ങളാണ് ഇപ്പൊ കേൾക്കണത്. ഞങ്ങൾക്ക് ഇപ്പൊ സാഡായിട്ട് താത്താടെ സംസാരിക്കാൻ പറ്റണില്ല. അപ്പൊ മാഷാ അല്ലാ എനിക്ക് ഭയങ്കര റിസൾട്ട് എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഇഷ്ടമുള്ള ഒരു കോച്ച് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ഇങ്ങനെ ഞാൻ സംസാരിക്കാത്തൊരു വ്യക്തിയാണ്. ഒരാളെ മുന്നിൽ ക്യാമറ ഓൺ ആക്കി ഇരുന്ന് സംസാരിക്കാത്ത ഒരു കാര്യത്തിനും. പിന്നെ അതല്ല, സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ കുറെ കരയും. മറ്റുള്ളവരെ കാര്യങ്ങൾ കിട്ടിയാല് അത് എന്റെ ലൈഫിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ട് ഞാൻ ഇരുന്ന് കരയും. പക്ഷെ എനിക്ക് കരച്ചിൽ ഇപ്പൊ വരുന്നില്ല. എന്തെങ്കിലും സാഡുള്ള ഒരാളെ ഒരു കാര്യം പറയണെങ്കിൽ അപ്പൊ ഞാനത് എന്റെ നമ്മളെ മനസ്സിലേക്ക് കയറ്റും. പക്ഷെ മനസ്സിൽ ഇപ്പൊ ഒരു സൈഡിൽ ഒരു സാധനം വെച്ച പോലെ അവിടത്തെ അത് ഫീൽ ആവണില്ല.
എന്ത് കേൾക്കണെങ്കിലും അത് ഉള്ളിലേക്ക് തട്ടണില്ല, അത് അതേപോലെ മാറണം. പിന്നെ ഞാനിങ്ങനെ ഇരുന്നിട്ട് എപ്പോഴും കുറെ റീൽസുകൾ കാണാൻ, വല്ല വിഷമങ്ങൾ ഉള്ളതോ അല്ലെങ്കിൽ ഫാമിലീസിന്റെ ബാക്ക്ഗ്രൗണ്ട്, വെറും PM ഗഫൂറിന്റെ അങ്ങനെയുള്ള ഓരോ റീൽസുകളും കുറെ അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പൊ ഫോൺ എടുത്ത് ഞാൻ റീൽസുകളെ കാണാറേ ഇല്ല, വല്ല വിഷമമുള്ളതോ കാണില്ല, ഒന്നില്ല. അങ്ങനത്തെ ഒക്കെ കാണുമ്പോ നമ്മളെ ഹൃദയത്തേക്ക് തട്ടുമ്പോ അതിങ്ങനെ അങ്ങനെ ആവില്ലേ ഇങ്ങനെ ആവില്ലേ എന്നുള്ള ചിന്താഗതികൾ ഉണ്ടാവും. അതെല്ലാം മാറി. ഏഹ് സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ഇപ്പോ ഒരാളോട് സംസാരിക്കാനും പിന്നെ എന്തെങ്കിലും നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അങ്ങനെയല്ലാട്ടാ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അതുമ്മ നിന്നിട്ട് നമ്മളുടെ ഭാഗം ക്ലിയർ ചെയ്യണം, അവരെ തെറ്റുള്ളത് ക്ലിയർ ആക്കാൻ ശ്രമിക്കാം. അപ്പൊ അത് വലിയൊരു പ്രശ്നങ്ങളിലേക്കാവും മാറാം. ഞാൻ സംസാരിച്ചെന്ന് പറയണ ഒരു രീതിക്ക് എത്തും. പിന്നെ അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റി. അവര് പറഞ്ഞ അവരുടെ ആ മൈൻഡിൽ അങ്ങനല്ല, അപ്പൊ അത് മാറ്റണ്ട. നമ്മളിപ്പോ അവരെ മാറ്റിയിട്ട് നമുക്കൊന്നും കിട്ടാനില്ല എന്നുള്ള ആ ഒരു രീതിയിലേക്ക് എത്തി. പിന്നെ അതുമാതിരി ഹസ്ബൻഡ് എന്തെങ്കിലും ഇപ്പൊ അവിടുത്തെ പ്രോബ്ലംസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുക, നമ്മൾ ചീത്ത പറയത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ വിഷമത്തിൽ തന്നെ നമ്മൾ ഇരിക്കും. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോ ആള് കൂളായിട്ട് ഔട്ട് നല്ല സ്നേഹത്തിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞു, അപ്പൊ ആ പ്രശ്നം വീണ്ടും എടുത്തിടും. പിന്നെ വീണ്ടും അപ്പൊ ആ മറന്ന ആളെ വീണ്ടും ഞാൻ ഓർമ്മിച്ചിട്ട് വീണ്ടും തന്നോളൂ. അപ്പൊ പിന്നെ അവിടെ വീണ്ടും പ്രശ്നങ്ങളാ. ഇപ്പൊ അങ്ങനെ പറഞ്ഞ അത് അവിടെ ഇട്ട് പിന്നെ ആ സബ്ജക്റ്റേ ഞാൻ സംസാരിക്കില്ല. അപ്പൊ അപ്പോളെ ഭയങ്കര സന്തോഷം. ഇതൊക്കെ ആദ്യം ചെയ്താൽ മതിയായിരുന്നു, ഇതൊന്നും എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഇക്കണ്ട കാലായിട്ട് ഇതൊക്കെ എവിടെയായിരുന്നു ഇപ്പൊ ഞാൻ ചിന്തിക്കണം. മാഷാല്ലാ, എന്തായാലും എനിക്ക് അൽഹംദുലില്ലാ CC വന്നതിൽ എന്റെ ലൈഫ് ഇപ്പൊ എന്താ പറയാ ഭയങ്കര പ്രകാശം വെച്ചേക്കാണ്. അതെനിക്ക് എന്റെ ലൈഫിൽ ഉടനീളം കൊണ്ടുപോകണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ നടക്കും. ഈ സിസിയിലേക്ക് സുബൈത്ത ജോയിൻ ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് ഭയങ്കര നഷ്ടമാണ്. നിങ്ങള് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും, ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലൈഫില് നല്ലൊരു ഹാപ്പിനെസ് നമ്മൾ ചിന്തിക്കണതല്ല നമ്മളുടെ ലൈഫ്. നമ്മള് എന്താ പറയാ ഇപ്പോഴും അടിഞ്ഞുകൂടി ഇരിക്കുകയാണ്. നമുക്കൊരു ജീവിതത്തിൽ ഒരു വെളിച്ചം വരണമെങ്കിൽ CC എന്തായാലും ജോയിൻ ചെയ്യണം. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ക്ലാസ്സുകളായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ, നമ്മളുടെ ഉള്ളിൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, കുറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ CC ജോയിൻ ചെയ്തതിന് ശേഷം കിട്ടുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയാ പ്രകാശമാണ്, കൂൾ ആൻഡ് കാമാണ് മനസ്സ്. നമുക്ക് എല്ലാതും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് അള്ളഹാനോട് അടുക്കാൻ പറ്റും. നമ്മൾ ചെയ്ത് പോയ ഓരോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. നെഗറ്റിവിറ്റിനെ നമുക്ക് മറന്നു നീക്കിയിട്ട് പോസിറ്റീവിലേക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റും. എന്തിനു പറയണേ, ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഇങ്ങനെ ഒരു കഴിവ് തന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ CC വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനിങ്ങനെ സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. ഫാമിലീസിനോട് സംസാരിക്കും എന്നല്ലാതെ മറ്റുള്ളവരോട് ഞാൻ സംസാരിക്കില്ല, മിണ്ടാതിരിക്കും. അങ്ങനത്തെ ഒരു പ്രകൃതിയായിരുന്നു. ഒരാളെ വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇതൊക്കെ മാഷാഅല്ലാ CC വന്നിട്ട് എനിക്ക് ചിരിക്കാൻ പറ്റണത്, ആത്മാർത്ഥമായിട്ട് ചിരിക്കാൻ, നമ്മൾ വെറുതെ ഇങ്ങനെ ചിരിക്കുന്നല്ലാതെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ചിരി വരില്ലേ, ആ ചിരി വന്നത് മാഷാഅല്ലാ എനിക്ക് CC വന്നിട്ടാണ്. എനിക്ക് അതിലൊക്കെ ഭയങ്കര, ഞാനിപ്പോ ഒരു നല്ലൊരു ഉമ്മയാണ്, മക്കൾ ഉമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് അതൊരു പ്രൗഡ് ആയിരുന്നില്ല. എനിക്കിപ്പോ മാഷാഅല്ലാ ഞാനൊരു നല്ലൊരു വൈഫാണ്, ഞാനൊരു നല്ലൊരു ഉമ്മ എന്ന് പറയാൻ എനിക്കിപ്പോ ഭയങ്കര ആഗ്രഹമാണ്. അതേപോലെ അവര് ഹസ്ബൻഡ് ഫാമിലീസ് ഇന്നലെ എല്ലാരും കണ്ട് വന്നപ്പോഴും അവര് പറഞ്ഞു നാസിയാണ് ഫുൾ കഷ്ടപ്പെട്ടു, നാസി ഫുൾ എനർജിയിലാണ് അവിടെ പണിയെല്ലാം എടുത്തിരുന്നത്. കുറെ ആൾക്കാരുണ്ടായിരുന്നു, 100 ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് പിന്നെ ഒരു താത്ത പണിക്കുണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് ഞങ്ങൾ സമോസയും കട്ട്ലേറ്റ് ഒക്കെ ഞങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പൊ അതുണ്ടാക്കുമ്പോ ഞാനാണ് അതിൽ മെയിൻ ഷെഫായിട്ട്, അവര് ഹെൽപ്പ് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഉമ്മ ഇന്നയാണ് ഏൽപ്പിച്ചിട്ടുണ്ടാവുന്നത്. ജ്യൂസ് അടിക്കാനും വെള്ളം കലക്കാനും ഒക്കെ. അനിയത്തി പ്രസവിച്ചിട്ടിരിക്കുകയാണ്, ജ്യേഷ്ഠത്തിൽ ഞാനും മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്യുമ്പോ ഉമ്മ പറയണ ഫുൾ പണിയും ഏറ്റെടുത്തമാരൊക്കെ അടിപൊളിയായി,
എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ എല്ലാരും കൂടിയിട്ട് വന്നിട്ട് അത് പറഞ്ഞപ്പോഴും നമ്മുടെ മനസ്സിൽ അവരങ്ങനെ നമ്മളോട് പറയുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം, മാഷല്ലാ. അപ്പൊ എല്ലാത്തിലും ഞാനൊരു പ്രൗഡായിട്ട് നിൽക്കണം. അപ്പൊ ഞാൻ നിസ്കരിച്ചിരുന്നിട്ടും പക്ഷേ ഞാൻ CC ജോയിൻ ചെയ്ത കാരണല്ലേ മാഷല്ലാ എനിക്ക് ഇങ്ങനെ ഒരു ഇതൊക്കെ ആദ്യം ഇവരിതൊക്കെ പറയലുണ്ടാവും, എല്ലാ കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും നമ്മുടെ മനസ്സിൽ അപ്പോഴും സാരല്ല അങ്ങനെ ഉള്ള ഒരു മൈൻഡ്. പക്ഷെ മാഷല്ലാ CC വന്നപ്പോഴാണ് നമ്മളെ മനസ്സ് ക്ലിയർ ആയപ്പോ അവർ പറയുന്ന വാക്കുകൾ നമുക്കത് പോസിറ്റീവായി എടുക്കുമ്പോഴായാലും ആ ഒരു ഹാപ്പിനെസ് നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അത് തട്ടിക്കൊണ്ടേ ഇരിക്കണത്. എനിക്ക് നിങ്ങളിപ്പോ ഇതില് CC ജോയിൻ ചെയ്യാണ്ടിരിക്കുന്നവരോട് ഞാൻ ആത്മാർത്ഥതയോടെ തന്നെയാണ് പറയണത്. മാഷല്ലാ അൽഹംദുലില്ലാ, നിങ്ങൾ CC ജോയിൻ ചെയ്യണം. ചെയ്ത് നമ്മളുടെ ലൈഫിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. CC ജോയിൻ ചെയ്ത് നമുക്ക് തോന്നും ചെയ്യണ്ട, എന്തിനാ നമ്മള് പൈസ കൊടുത്തിട്ട് ചേരുന്നത്, നമ്മുടെ ലൈഫ് നമുക്ക് സക്സസ്ഫുൾ ആക്കി കൂടണം. അതൊരിക്കലും നമുക്ക് പറ്റില്ല. നമുക്ക് എന്തായാലും ഒരു മടിയും അലസത ഒക്കെ നമ്മളുടെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിൽ നിന്ന് ശൈത്താന് നമ്മളെ തിരിക്കില്ലേ. എന്നതും വരെ നമ്മൾ CC ജോയിൻ ചെയ്യണത് ഒരു വടക്ക് കാര്യങ്ങൾക്കോ ഒന്നിനല്ല, നമ്മള് ഒന്നും കൂടി അറിവുകൾ ഉണ്ടാവാനും അള്ളാഹോട് ദുആ ചെയ്യാനും അള്ളാഹുടെ അടുത്തേക്ക് നമ്മൾ കൂടുതൽ അറ്റാച്ച്മെന്റ് ആണ് ചെയ്യണത്. അല്ലാതെ ഒന്നും വേറെ പിന്നോട്ട് വലിക്കേണ്ട ഒരു കാര്യങ്ങളും നമ്മൾ CC ചെയ്യാനില്ല. നമുക്ക് നല്ല നല്ല നിസ്കരിക്കാനും ഓതാനും കൂടുതൽ സമയം അള്ളാഹുടെ അടുത്ത് ഫോർഗിവ്നെസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ക്ഷമ മറക്ക എല്ലാത്തിനും തൗബ ചെല്ലണേന്റെ ഒരു ഫീലാണ്. മാഷല്ലാ അൽഹംദുലില്ലാ, എന്റെ ലൈഫിൽ ഞാൻ ഉടനീളം ഹാപ്പിയാണ്. ഞാൻ പ്രൗഡായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഗ്രേറ്റ് നഫിയ. എല്ലാരും ഒന്ന് മ്യൂട്ട് ഓൺ ചെയ്തിട്ട് പറഞ്ഞേ മോർ പവർ ടു നഫിയ എന്ന് പറഞ്ഞേ. മോർ പവർ ടു നഫിയ. More power to More Nafia. power to MashaAllah, Alhamdulillah. താങ്ക് യു. ഉള്ളെന്ന് തട്ടിയിട്ടുള്ള വാക്കുകളാണല്ലേ, ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ജീവിതത്തിൽ വന്ന മാറ്റത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളാണ്. നാഫിയക്കുണ്ടായ എല്ലാ പ്രശ്നവും ഞാൻ അനുഭവിച്ചിട്ടുള്ള ആ സെയിം സിറ്റുവേഷൻ തന്നെ പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ അതിൽ നിന്ന് എനിക്ക് ഒത്തിരി റിലീഫ് ആയിട്ടുണ്ട്. അപ്പം നാഫിയുടെ അതേ ഒരു എക്സ്പീരിയൻസിലാണ് ഞാനിപ്പോ ഉള്ളത്. ഞാൻ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ഇതിൽ ജോയിൻ ആയിട്ടും ഒത്തിരി സമാധാനം. വെച്ചാൽ നമ്മുടെ മാം പറയുമ്പോൾ ആ ഒരു മെഡിറ്റേഷൻ ഫേസിൽ ഇരിക്കുമ്പം ഞാൻ ആ ഒരു ആൽമരം പോലെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ അതുപോലെ ആഴ്ന്നിറങ്ങാണ്, അതെല്ലാം നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ രാവിലെ ഒരു ഹാപ്പി മൈൻഡിലാണ് ഇറങ്ങുന്നത്. അപ്പം കഴിഞ്ഞു പോയതിനേക്കാളെല്ലാം ആ കഴിഞ്ഞു പോയതിലെല്ലാം ഓരോ പാഠങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നവളായി ഞാനിപ്പോ. പണ്ട് ഞാൻ അള്ളാഹുവിനടുത്ത് ഇങ്ങനെ പരാതി പറഞ്ഞോണ്ടിരിക്കും, അള്ളാഹ് എല്ലാരും നന്നാക്കിയല്ലോ, എല്ലാവർക്കും നല്ലത് കൊടുത്തു, എന്നെ മാത്രം ഇങ്ങനെ ആക്കിക്കോ, ഞാൻ നിസ്കരിക്കില്ല, ഞാൻ ഇങ്ങനെ തന്നെ നടക്കും, എന്നെ ഇഷ്ടമല്ലാത്തോണ്ടല്ല, അപ്പൊ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാറ്. പക്ഷെ ഞാൻ എന്ന് അള്ളാഹിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയോ അള്ളാഹ് വീണ്ടും എനിക്ക് ഇങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. ഞാനിപ്പോ ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ എന്റെ മോനിപ്പം എല്ലാവരുടെ അടുത്തും എപ്പോ ചോദിച്ചാലും പറയും എന്റെ ഉമ്മയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് കേൾക്കുമ്പോൾ ഞാൻ ഒരുപാട് പ്രൗഡാണ്. അതുപോലെ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു മാഗ്നറ്റ് പോലെ അട്രാക്ട് ചെയ്യുക. നേരത്തെ ആളും ഞാൻ തമ്മിൽ ഒരു ഗ്യാപ്പ് ആയിരുന്നു ഡിപ്രഷൻ ടൈമിൽ. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ആളുടെ കാര്യങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയിരുന്നില്ല. എന്ന് വെച്ചാൽ എന്റെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു, ആളെ രാവിലെ ജോബിന് പോകുമ്പോൾ ഒന്ന് എണീക്കുക, ആളിനെ എണീപ്പിക്കുക, ആൾക്ക് വേണ്ടി എല്ലാം കൊടുക്കുക. പക്ഷെ ഞാനിങ്ങനെ ജസ്റ്റ് കിടക്കും, ആള് സ്വന്തമായിട്ട് എല്ലാം ചെയ്തിട്ട് അങ്ങ് പോകും. പിന്നെ വരുമ്പോഴും ഞാൻ കിടക്കായിരിക്കും, എപ്പോഴും ഇങ്ങനെ കിടക്കുക. അപ്പൊ ഞാൻ തന്നെ വിചാരിക്കും ഒരു മയ്യത്ത് കിടക്കുന്ന ഇങ്ങനെ അതേപോലെ. അങ്ങനെ ആ ഒരു വിഷമം ഇങ്ങനെ തട്ടിയിട്ടാണ് അവർക്ക് നല്ല ലൈഫ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്തത്. പക്ഷെ അതിൽ നിന്നും റബ്ബ് എന്നെ കൊണ്ടുവന്നപ്പോഴും എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു. ആൾക്കാരെ എങ്ങനെ ഫേസ് ആക്കും, എല്ലാരും എന്നെ ആ രീതിയിലല്ലേ കാണുന്നത്. ഇപ്പൊ എനിക്ക് ആരെന്നെ കുറിച്ച് എന്ത് ചിന്തിച്ചാലും ഞാൻ എന്നെ കുറിച്ച് പ്രൗഡാണ്. എനിക്ക് എന്നെ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ ആയതുകൊണ്ട് ഇപ്പം എല്ലാരും എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എന്നെ മണിക്കൂറോളം ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. നേരത്തെ ഞാൻ ആരെയും വിളിക്കലില്ല, ആരെയും സംസാരിക്കരുത്. ഇപ്പൊ എല്ലാരും എന്തൊരു സജഷൻ ആണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും എന്നെ വിളിച്ച് ചോദിക്കും, ഷാക്കി അങ്ങനെ ചെയ്താൽ പോരെ. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ഏതൊരു ഇസ്ലാമിക് കാര്യമാണെങ്കിലും ആ ദുആ ഒന്ന് പറഞ്ഞു തരുമോ, അതൊന്ന് ചെയ്തു തരുമോ എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങോ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഇന്നലെയൊക്കെ തന്നെ ആണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഗിഫ്റ്റുകൾ നമുക്ക് ഇങ്ങോട്ട് തേടി വരിക. എല്ലാവരെ കൊണ്ടും ഹസ്ബൻഡിന്റെ അടുത്ത് നിന്നായിരുന്നെങ്കിലും പേരൻസിന്റെ അടുത്തായിരുന്നെങ്കിലും എല്ലാവർക്കും. എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഒരാഴ്ചയോളം ഹെൽത്ത് ഇഷ്യൂസ് ആണ്. ഇങ്ങനെ തല കറങ്ങിയിട്ട് നിസ്കരിക്കുമ്പോൾ തറാവിയൊക്കെ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ഇരുണ്ട് കയറും, 20 ആവും, പ്രഷറൊക്കെ 60, 20 ആ ഒരു റേഞ്ച് ആവും, ഞാൻ തല ചുറ്റി വീഴും. കുഞ്ഞ് ഫീഡിങ് നന്നായിട്ട് എടുക്കുന്നുണ്ട്, എനിക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റണില്ല. പക്ഷെ എങ്കിലും
ഞാൻ 10-15 ജിസുകൾ ഓളം കംപ്ലീറ്റ് ആക്കി. 2 ദിവസം എനിക്ക് പീരീഡ്സ് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ ഈ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നെങ്കിലും എനിക്ക് റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും അതുപോലെ തന്നെ എന്റെ ഹത്തമുൽ ഖുർആനൊക്കെ ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. അതായത് സാധാരണ ഒരു നോമ്പൊക്കെ ആകുമ്പോഴും ഞാൻ എനർജിക്ക് നിൽക്കുന്ന ടൈമിലാണെങ്കിൽ പോലും എനിക്ക് 1-2 ജിസ്വ ഈ ഒരു ടൈമിൽ 10 ആകുമ്പോൾ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ വീട്ടിലെ പ്രശ്നം, ടൈം കിട്ടുന്നില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടീന്റെ കാര്യം എല്ലാം കൂടെ അഡ്ജസ്റ്റ് ആവത്തേ ഇല്ല. പക്ഷെ ഇപ്പം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എല്ലാത്തിനും ഒരു റിമൈൻഡർ അത് തരുന്ന പോലെ, നിർത്ത്, ഇപ്പൊ ഫോൺ യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിർത്ത്, നീ അത് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞു തരുന്ന മാതിരി എല്ലാം നമ്മൾ തന്നെത്താനെ ഒരു ടു ഡു ലിസ്റ്റ് നമ്മുടെ മൈൻഡിൽ തന്നെ സെറ്റായി തന്നെത്താനെ ചെയ്യുന്ന മാതിരി അങ്ങനെയൊക്കെ രാവിലെയൊക്കെ എണീക്കുക, കുളിക്കാന്നൊക്കെ എനിക്ക് സ്വപ്നം പോലെ ഞാൻ കാണാത്ത കാര്യം. കാരണം ഒരു മെഡിസിൻ കഴിക്കുന്ന ടൈമിൽ ഞാൻ 8 മണി 9 10 മണി ആയാലും എണീക്കത്തില്ല. എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ മയങ്ങി നടക്കും. ഞാൻ തന്നെ എൻ്റെ ഒരു ഇതിൽ തന്നെയാണ് മെഡിസിൻ സ്റ്റോപ്പ് ആക്കിയത്, എനിക്കിനി വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് സ്റ്റോപ്പ് ആക്കിയെങ്കിലും ഞാൻ ലെവലാവാൻ ടൈം എടുത്തു. പിന്നെ മമാസും അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇപ്പൊ നാണ്ടെ ഇതിൽ ജോയിൻ ആയിട്ട് എനിക്ക് CC ജോയിൻ ആവണമെന്നൊരു ആഗ്രഹം. എന്താ നാഫിയാന്റെ പറച്ചിൽ കേട്ടപ്പോൾ ഒരുപാട് അത് നഷ്ടപ്പെട്ടു. അതും ഒരു ഹെൽപ്ഫുൾ ആവും ഒന്നും കൂടെ എന്ന് തോന്നുന്നു. അപ്പം ഇൻഷാല്ലാ ജോയിൻ ആവണം. പിന്നെ ഈ മെഡിറ്റേഷൻ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇപ്പൊ ഞാൻ തുച്ഛമായ ദിവസം ഇതിനകത്ത് ജോയിൻ ആവാൻ പറ്റിയിട്ടുള്ളൂ. അത് കയറിയ ദിവസങ്ങളിലെല്ലാം എനിക്ക് നല്ല സമാധാനമാണ് തന്നത്. നല്ലൊരു പീസ്ഫുൾ മൈൻഡോടെ എണീക്കാനും പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഖുർആൻ ഓതാനിരിക്കും. ഒരു 8, 8:30, 9 മണിയോളം ഇരുന്ന് ഓതും. പിന്നെ എൻ്റെ ഡെയിലി ആയിട്ടുള്ള ക്ലീനിങ് എല്ലാം കഴിയുമ്പം ഒരു 10, 10:30, 11 മണിക്കുള്ളിൽ എല്ലാം കഴിയും. കുഞ്ഞിന്റെ ഫുഡ് എല്ലാം കഴിയും. വീണ്ടും എനിക്ക് ളുഹ നമസ്കരിച്ചിട്ട് വീണ്ടും കുറെ നേരം ഓതാൻ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് 2 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും വീട്ടിലെ പണികളിലെല്ലാം ഏർപ്പെടും. എല്ലാം അങ്ങനെ ഒരു ക്ലാരിറ്റി ആയിട്ട് മാമിനെ കാണുമ്പോൾ തന്നെ ഇപ്പൊ എനിക്ക് എല്ലാവരും ക്ലിയർനെസ് കിട്ടുന്നുണ്ട്. അപ്പം ജസ്റ്റ് കുറച്ച് വിത്തിൻ ഫ്യൂ ഡേയ്സ് തന്നെ എനിക്ക് ഇത്രയും ക്ലിയർ ആവണമെങ്കിൽ CC ജോയിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അതുപോലെ തന്നെ അള്ളഹാനോട് ഇപ്പൊ എന്തെങ്കിലും എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു സംഭവം ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് എനിക്കത് കിട്ടി എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വരെയും ഇനി അട്രാക്ട് ചെയ്ത് ഇങ്ങനെ കിട്ടുന്ന മാതിരി കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് ഹാപ്പിയാണ്. മാഷാല്ലാ ഇത് കണ്ടിന്യൂ ആയിട്ട് പോകണമെന്നാണ്. അപ്പം എന്താ ഞാൻ നാഫിയാനെ പ്രോത്സാഹിപ്പിക്കാൻ കേറിട്ട് എന്റെ സ്റ്റോറി പറഞ്ഞങ്ങ് പോയി. അത് ഞാൻ ഇങ്ങനെയാണ് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങ് പ്രൗഡാവും. അപ്പൊ ഞാനങ്ങ് എന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നാഫിയ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എന്റെ അതേ സെയിം സിറ്റുവേഷൻ ആണ്. എന്റെ മാഷാല്ലാ കണ്ണ് കെട്ടാതിരിക്കട്ടെ, ഇങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കട്ടെ. ഒരാളും ഡിപ്രസ്ഡ് ആവില്ല. ഡിപ്രസ്ഡ് ആയവർക്ക് എല്ലാവർക്കും റബ്ബ് ഹയറായ ഒരു അവസ്ഥ കൊണ്ടെത്തിക്കും. എനിക്ക് ഉറപ്പാണ്. നമ്മൾ എത്രത്തോളം വിഷമിപ്പിച്ച് അത്രത്തോളം റബ്ബ് സന്തോഷിപ്പിക്കും. അത്രയ്ക്ക് നല്ല പരിശുദ്ധനാണ്, അത്രയ്ക്ക് നല്ല സ്നേഹമുള്ളവനാണെന്ന്, കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ്. അവിടെ ചോദിച്ചോണ്ടേ ഇരിക്കുക, ഗ്രേറ്റ്ഫുൾ ആവുക. താങ്ക് യു. താങ്ക് യു. ഓക്കെ, മോർ പവർ ടു ഷാക്കിറ. എല്ലാവർക്കും പാസ് ചെയ്തേ. മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാം, മോർ പവർ ടു ഷാക്കിറ. More on to Shakira. എല്ലാവരും ഷാക്കിറ മാം. താങ്ക് യു. താങ്ക് യു ഷാക്കിറ. CC അഡ്മിഷൻ എടുക്കുക. അടുത്ത ബാച്ച് നോമ്പ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. പെട്ടെന്ന് അഡ്മിഷൻ എടുക്കും. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കുറെ ആളുകളെയൊന്നും CC നമ്മൾ കൊണ്ടുപോയിക്കില്ല. യെസ്, നെക്സ്റ്റ് സംഷിത. റെഡി? വളരെ ചുരുക്കത്തില് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ, ലളിതമായിട്ട് എന്നാൽ പവർഫുൾ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. ഹായ് ഓൾ, അസ്സലാമലൈക്കും, ഹാപ്പി മോർണിംഗ്. ഞാന് CCയിലാണ് ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്തത്. സാധാരണ എല്ലാവരും 5am ക്ലബിൽ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ CCയിലോട്ട് ജോയിൻ ചെയ്യാറ്. പക്ഷെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് CCയിലോട്ടാണ് ജോയിൻ ചെയ്തത്. ഞാൻ അതിൽ ജോയിൻ ചെയ്യാനുള്ള ഫസ്റ്റ് കാരണം എല്ലാവർക്കും ഡിപ്രഷന്, വിഷമങ്ങള് എനിക്കത് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മാമിനോട് ആദ്യം ഷെയർ ചെയ്തത് എനിക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല മാം, എണീക്കണമെന്ന് തോന്നിയാലും പറ്റുന്നില്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നോട് പറഞ്ഞത് നീ ഇതിൽ ജോയിൻ ചെയ്യ്, നിന്നെ ഞങ്ങൾ വിളിച്ചെണിപ്പിക്കാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 1-to-1 സിറ്റിങ്ങിന്റെ സമയത്ത് മാം എനിക്ക് ചെറിയൊരു ട്രിക്കും കൂടെ പറഞ്ഞു തന്നു. അത് ഞാൻ അപ്ലൈ ചെയ്തു. മാഷാ അല്ലാ, ഇന്ന് വരെ ഞാൻ അലാറം 1 വെച്ചിട്ട് ആ കറക്റ്റ് ടൈമിൽ എണീക്കും. അലാറത്തിന് കുറച്ച് മുന്നേ എണീക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതാണ് എനിക്ക് CCയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം എനിക്ക് വന്ന ചേഞ്ച്. കാരണം ഞാൻ അതിനാണ് ജോയിൻ ചെയ്തത്. അതെനിക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഇന്ന് വരെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. അതെനിക്ക് ഭയങ്കര വീഡിയോ ഓഫ് ചെയ്തു.
സംസിതയുടെ വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിക്കും. എനിക്ക് ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ 2 ദിവസം എനിക്ക് കൂടെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഭയങ്കര. ഹലോ, യെസ് പറയും. കേൾക്കുന്നുണ്ടോ? ഓക്കെ. വീഡിയോ വേണ്ട കേട്ടോ, വീഡിയോ വരുന്ന സമയത്ത് സ്റ്റക്ക് ആവുന്നുണ്ട്. ഓക്കെ, എനിക്ക് 2 ദിവസം മാമിന്റെ കൂടെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരുന്നു മാമിന്റെ കൂടെ നേരിട്ട് കാണണമെന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആ ക്യാമ്പിനാണെങ്കിലും ഭയങ്കരമായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടുന്നതും ഇത് എങ്ങനെ ഞാൻ പോണതും ഒക്കെ ഞാൻ സന്തോഷത്തോടെ ഞാനത് കാണുന്നുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെന്താ വെച്ചാല് ഈ CC ജോയിൻ ചെയ്തതിനു ശേഷം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എനിക്ക് എന്റെ പഴയ എന്നെ എനിക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. ഞാൻ ഒത്തിരി സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. കുറച്ചായിട്ട് ഞാനത് എനിക്ക് എന്നെ തന്നെ എവിടെ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നല് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് CC ജോയിൻ ചെയ്തതിനു ശേഷം ആ പഴയ എന്നെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒരു കാര്യത്തിനും ഒരു കൺട്രോൾ ഇല്ലായിരുന്നു. എനിക്ക് ടു ഡു ലിസ്റ്റ് വഴി എല്ലാം കൺട്രോൾ ചെയ്ത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി. രണ്ടാമത്തെ കാര്യം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് സെൽഫ് ലവ് ഭയങ്കര വിഷമിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ CC വന്നതിന് ശേഷം സെൽഫ് ലവ് എന്താണ്, എനിക്ക് വേണ്ടി ഞാൻ എങ്ങനെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് ഭയങ്കര നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഗ്രേറ്റ്ഫുൾ ആവാൻ പറ്റി. നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എല്ലാം കൊണ്ട് നമുക്കൊന്നും തന്നില്ല, മറ്റുള്ളവരത് കാണുമ്പോൾ പക്ഷെ എനിക്ക് എങ്ങനെ കിട്ടിയില്ല എന്ന് പഠിച്ചവൻ്റെ അടുത്ത് പരാതി പറയണതിന് പകരം എനിക്ക് ഇത് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളതിന് കൂടുതൽ പഠിച്ചവൻ്റെ അടുത്ത് നിന്നിട്ട് അൽഹംദുലില്ലാ ഗ്രേറ്റ്ഫുൾ ആയിട്ട് എനിക്ക് അൽഹംദുലില്ലാ പറയാൻ എനിക്ക് പറ്റി. ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്കെല്ലാം നമുക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ പഠിച്ചവൻ്റെ അടുത്ത് നന്ദി പറയാറുള്ളൂ. പക്ഷെ കിട്ടുന്നതിന് മുന്നേ നമുക്കതെല്ലാം കിട്ടിയതായിട്ട് കണ്ടിട്ട് നമ്മൾ അൽഹംദുലില്ലാ എനിക്കത് പറയണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ എനിക്ക് CC ജോയിൻ ചെയ്തതിനു ശേഷം അത് കൂടുതലായിട്ട് അറിയാൻ പറ്റി. അതെങ്ങനെയാണ്, അതെന്താണ് എന്നുള്ളത് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോ രാവിലത്തെ മെഡിറ്റേഷൻ അത് വല്ലാത്തൊരു എനർജി ആയിരുന്നു. 5am ക്ലബിൽ ഒരു ദിവസം ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ ആ ഒരു നെഗറ്റീവ് ഫീൽ എൻ്റെ അടുത്ത് വരുമായിരുന്നു. പക്ഷെ ഒരു ദിവസം 5am ക്ലബില് ആ ഒരു മെഡിറ്റേഷൻ രാവിലെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മോർണിംഗ് ടു നൈറ്റ് വരെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി മാമിന്റെ അടുത്തുനിന്ന് കിട്ടി. മാമിന്റെ അടുത്തുനിന്ന് അനുബുഷ്ര മാമിന്റെ അടുത്ത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുക. ജസ്റ്റ് നമുക്ക് അവരെ ഫേസ് ചെയ്തിട്ട് അവരെ മുഖത്ത് നോക്കി ഇരുന്നാൽ മതി. ആ ദിവസം നമുക്ക് എന്താണ് ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര സന്തോഷം. സംശിത നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങള് കുറച്ച് പേരുടെ എക്സ്പീരിയൻസ് കണ്ടു. ഇത് ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും? എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്? എഫേർട്ട് ഇടാൻ നമ്മൾ ഒരുങ്ങി, നമ്മൾ അതിനു വേണ്ടി തയ്യാറായെന്നുള്ളത് തന്നെയാണ്. യെസ്, ആക്ഷൻ എടുത്തു എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ മുന്നിൽ അവസരങ്ങളൊക്കെ കിട്ടുമ്പോ വേണോ വേണ്ടേ എന്നുള്ള മോഡല് പലപ്പോഴും നമ്മൾ ഇങ്ങനെ വിട്ടു നിൽക്കും. ഈ ഒരു അങ്ങോട്ട് ചെയ്യുക എന്നുള്ള ഒരു സാധനമുണ്ട്, ആക്ഷൻ എടുക്കുക എന്നുള്ളത്. ഡിസിഷൻ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. പക്ഷെ അത് എടുക്കുക എന്ന് പറയുന്ന ഒരു സാധനം അത് നമ്മൾ ചെയ്യണം. അത് എടുക്കുന്ന സമയത്താണ് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുക. ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരില്ലേ ഇവിടെ ഇരിക്കുന്നവരൊക്കെ, ലൈഫിൽ അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, എനിക്ക് ഇങ്ങനെ നല്ലൊരു ഭാര്യയാവണം, നല്ലൊരു ഉമ്മയാവണം, നല്ല കുടുംബിനിയാവണം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല ജോലി വേണം,
ആളുകളായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് ആഗ്രഹം മാത്രമാണ്. ആ ആഗ്രഹം നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ആക്ഷൻ എടുക്കണം, തുടങ്ങുക. ഒരൊറ്റ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ച് തുടങ്ങുക എന്നുള്ളൊരു സാധനമാണ്. ആ ആക്ഷൻ എടുത്തതിന്റെ ഫലമായിട്ടാണ് എനിക്കാണ്ട് ഈ ഗിഫ്റ്റ് കിട്ടിയത്, ഈ 2 ഗിഫ്റ്റ് ഇന്നലെ. എന്റെ ഹസ്ബൻഡ് ഷെയർ ആദ്യം ചെയ്യുന്നല്ലേ? വഞ്ചി പൊട്ടിച്ചിട്ട് എന്താക്കി, അത് 10ാം ക്ലാസ് മുതൽ ആളുടെ സേവിങ്സ് ആയിട്ട് വെച്ചിരുന്ന, വീട് പണിക്ക് വേണ്ടി എടുക്കണം എന്ന് വെച്ച് കുട്ടിക്കാലം തൊട്ട് ആള് സേവിങ് ചെയ്ത ചില്ലറ തുട്ടുകള് ഇതിന് അതിനേക്കാളും വിലയാണ്. അത് ഞാൻ ഇന്നലെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, എന്റെ ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് അത് ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പ്രശ്നം എന്താന്നറിയാം. പക്ഷെ അത് ആള് അപ്പം എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ ഇല്ലാണ്ടാവുമ്പം ആൾക്ക് ഭയങ്കര വിഷമമായി. അപ്പം എനിക്ക് അവൾക്കൊന്നും സംഭവിക്കരുതെന്നുള്ള രീതിയിൽ ഒത്തിരി സന്തോഷത്തോടെ ഇത് വാങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ചതെന്ന് വിചാരിച്ചിട്ട് എനിക്ക് വാങ്ങി തന്നെയാണോ? അപ്പൊ പോടീന്ന് പറഞ്ഞത് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. എന്നിട്ട് ആളായാലും ഉമ്മാരും എല്ലാരും കുറെ സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കൊണ്ടുവന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ തന്നു. കാരണം ഞാൻ ഹാപ്പി ആവണം എന്നുള്ള രീതിയിൽ. അപ്പം പക്ഷെ എന്റെ നെഗറ്റീവ് ആയിരുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പൊ അതൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്താണെന്നറിയില്ല, എപ്പോഴും ഇങ്ങനെ പ്രഷർ പറഞ്ഞ് വീഴുന്നുണ്ട്. ആർക്കെങ്കിലും പ്രഷർ കൂടാൻ എന്തെങ്കിലും അറിയോ? എപ്പോഴും 60 അല്ലെങ്കിൽ 20 ആ റേഞ്ചിലോട്ട് വരും. കണ്ണും ഇരുണ്ട് കൂടി വരും. നമസ്കരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നോമ്പെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ കറങ്ങി വീഴുക. ഉപ്പിട്ടിങ്ങനെ വെള്ളം കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ. അപ്പം ആ ഒരു എഫേർട്ടിന്, ഞാൻ ചേഞ്ച് ആവാൻ എടുത്ത എഫേർട്ടിനാണ് ആളെനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങി തന്നത്. പിന്നീട് നമുക്ക് നമ്മുടെ വീട് പണിഞ്ഞോണ്ടിരിക്കുക. ഇപ്പം ബെൽറ്റ് വാർപ്പ് അത്ര വരെ ആയി. അപ്പൊ ഇനി പിന്നീട് നമുക്ക് വീടിന്റെ ആവശ്യത്തിന് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഇത് ഉപകരിക്കുകയും ചെയ്യും. നിന്റെ ദേഹത്ത് എന്റെ ആ ഒരു എഫേർട്ടിന് കിടക്കട്ടെ എന്ന് പറഞ്ഞ ആള് തന്നതാണ് ഇന്നലെ. അപ്പൊ എല്ലാം ാണ്. ഇതുപോലെ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ നമ്മളെ ജീവിതത്തിൽ നമുക്ക് കിട്ടണം. മറ്റുള്ളവരെ തരിക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ സ്നേഹിച്ചു തുടങ്ങാം. നമ്മൾ തന്നെ നമുക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നു തുടങ്ങും. നമ്മൾ എന്താ വിചാരിക്കുന്നത്? എന്റെ ഹസ്ബൻഡ് നല്ലോണം സ്നേഹിക്കണം, എന്റെ മക്കൾക്ക് ഞാൻ പ്രിയപ്പെട്ട ഉമ്മയാവണം, എല്ലാവരും എന്നെ സ്നേഹിക്കണം. ഇത് ആക്ച്വലി നമ്മളോട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. എവിടേക്കോ നമുക്ക് വേണ്ടിയിട്ടുള്ള കുറവുകളായിരിക്കും കൂടുതലായിട്ട്. എല്ലാവർക്കും വേണ്ടി ഓടുന്നതിനിടയ്ക്ക് കുറച്ച് സമയം നമുക്ക് കൊടുക്കാൻ ചിലപ്പോൾ നമ്മൾ വിട്ടു പോവാറുണ്ട്, അല്ലെ? ആദ്യം അത് നമ്മളെ സ്വയം ഒന്ന് സ്നേഹിച്ചു തുടങ്ങിക്കും. ഒന്നും വേണ്ട, സിമ്പിൾ ആണ്, വെരി സിമ്പിൾ. നമ്മളെയൊക്കെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു തുടങ്ങും. നിങ്ങളുടെ ചുറ്റിനുള്ളവർ മാറും, നിങ്ങൾ മാറിയാൽ മാത്രം മതി. ഓരോ വ്യക്തിയും ആ മാറ്റം ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റിനുള്ള ഓരോ മനുഷ്യരും മാറിയിട്ട് സമാധാനം, സന്തോഷമുള്ള ജീവിതം നിങ്ങളെ മുന്നിലേക്ക് എത്തും. ഇതുവരെ കഴിഞ്ഞു പോയത് എങ്ങനെയാണോ പോട്ടെ, ഒരുപാട് കാലം അങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്തു. പക്ഷെ ഇനിയുള്ള ഈ ഒരു നിമിഷം, ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോ അറിഞ്ഞിട്ട് ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക, സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നല്ലേ? എന്തിനാ ഇനിയും വർഷങ്ങൾ വെറുതെ വീണ്ടും കളയുന്നത്? അവരൊക്കെ മാറട്ടെ, ഇവര് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരും മാറാൻ പോകുന്നില്ല. നമ്മളങ്ങ് മാറുക. നമ്മളെ മാറ്റാൻ നമുക്ക് പറ്റും. ആ മാറ്റം നമ്മൾ എടുക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റിനുള്ളവർ മാറും. നിങ്ങൾക്ക് സന്തോഷമായിട്ട്, സമാധാനമായിട്ട് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ലേറ്റ് ആക്കരുത്. ഇനി ആവട്ടെ എന്ന ലോട്ടറിനെ പോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നാളെ ഈ മോഡൽ ഇരിക്കരുത്. നിങ്ങളൊരു ഡിസിഷൻ ഇടയ്ക്ക് മാറണം. എന്റെ ലൈഫ് ഇനി ഇങ്ങനെ പോയാൽ പോരാ, എനിക്കൊരു മാറ്റം വേണം എന്ന് നിങ്ങൾ ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ടേക്ക് പോവാം. CC അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ ഒത്തിരി പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ലൈഫിൽ അവർ വന്ന സ്റ്റേജിൽ നിന്ന് ഇന്ന് അത്യാവശ്യം ഒരു നല്ലൊരു സ്റ്റേജിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. ഇനിയും അടുത്ത ലെവലിലേക്ക് ഇനിയും അവർക്ക് പോകാനുണ്ട്. ഇതൊന്നും ഒരിക്കലും നിൽക്കുന്നില്ല. എന്നുവെച്ചാൽ നമ്മൾ വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കാം. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്. ഞാനൊന്നും എന്റെ ജീവിതത്തിൽ പഠനം നിർത്തിയിട്ടേ ഇല്ല. എന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നും ഞാൻ സ്റ്റുഡന്റ് ആണ്. സോ നമ്മൾ എപ്പോഴും ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. CCയിലേക്ക് ജോയിൻ ചെയ്തവര് അവർക്ക് അഡ്വാൻസ് ലെവലായിട്ടുള്ള നമ്മുടെ CCTMലേക്ക് ജോയിൻ ആവാം. നിങ്ങൾക്ക് ചിലപ്പം ഒരുപക്ഷെ നിങ്ങളുടെ വാക്കുകൾ, ഇപ്പൊ നാഫിയ പറഞ്ഞു ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ആളല്ലായിരുന്നു. നാഫിയയുടെ ഫസ്റ്റ് വോയിസ് ഗ്രൂപ്പിൽ വരാൻ വേണ്ടിയിട്ട് നാഫിയ പറയും എനിക്ക് പേടിയാണ്. ഇതേ പറയുള്ളൂ നാഫിയ അവിടെ സ്പോട്ടിൽ ഇരുന്നിട്ട് നാഫിയ കൊടുത്ത അഫർമേഷൻ അത് വർക്കായി. നാഫിയ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഗ്രൂപ്പിൽ വോയിസ് ഇട്ടു. അവിടെ നിന്ന് അങ്ങോട്ട് നാഫിയയുടെ വോയിസ് മിക്ക ദിവസം ഗ്രൂപ്പിൽ വരും. തോരാതെ നാഫിയ സംസാരിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ ആണ് മനാൽ മാം. സംസാരം സ്റ്റോപ്പ് ചെയ്തിരുന്ന വ്യക്തി, അവരും വളരെ ഭംഗിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് ഇപ്പൊ ഇന്ന് അവരുടെ ഉള്ളിലുള്ള കഴിവിനെ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കാൻ എനിക്ക് പറ്റും എന്ന വിശ്വാസത്തിന്റെ പേരിൽ നമ്മുടെ CCTMലേക്ക് അവർ ജോയിൻ ആയിട്ടുണ്ട്. അവരും ഒരു മെന്റർ ആയിട്ട് മാറാൻ, ഒരു ട്രെയിനർ ആയിട്ട് മാറാൻ
ഇനി ഇതൊന്നും വേണ്ട, സ്വയം ഒരു അപ്ഗ്രേഡ്, കുറച്ചും കൂടെ എനിക്ക് ബെറ്റർ ആവണം, എനിക്ക് ഒന്നും കൂടെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ CCTVയിലേക്ക് ജോയിൻ ആവാം. അടുത്ത 10-ാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരൊക്കെ പ്രീ ടാസ്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 10 സ്ലോട്ട് മാത്രം ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. 10ഉം ഫില്ലാണ്. അൽഹംദുലില്ലാ 10ഉം ഫില്ലാണ്. ആർക്കെങ്കിലും ഇനി ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-ഓ 3-ഓ അഡ്മിഷൻ കൂടെ അതിലേക്ക് ഓപ്പൺ ആക്കിയിട്ട് തരും. ഓക്കെ, അത് നിങ്ങളുടെ CC അറ്റൻഡ് ചെയ്തവർക്ക് അവരുടെ ഒരു അഡ്വാൻസ് ലെവലാണ്. CC അറ്റൻഡ് ചെയ്യാത്തവർക്കും അതും അവർക്ക് അത് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള രീതിയിലായിരിക്കും അത് തരാൻ പോകുന്നത്. എനിവേ, ഇതൊക്കെ നമ്മളിങ്ങനെ എന്താ പറയാ, നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യം ഇങ്ങനെ ചെയ്യാൻ തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ, ഇപ്പൊ നാഫിയുടെ ഹസ്ബൻഡ്, നാഫിയ പൈസ കിട്ടുമെന്ന് അറിയില്ല, ഹസ്ബൻഡിന് ഭയങ്കര പ്രയാസമാണ്, എന്താ കല്യാണമൊക്കെ വരാൻ പോകുന്നുണ്ട് ഒരു കുടുംബത്തില്, അപ്പോ ക്യാഷിന് ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ നാഫിയ ഹസ്ബൻഡിന്റെ അടുത്ത് ഈ കാര്യം ചോദിച്ചപ്പോ ഹസ്ബൻഡ് പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയോ? നാഫിയ വോയിസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞു, ഇത് നീ എപ്പോഴേ എടുക്കണ്ടായിരുന്നു, നീ ഇപ്പോഴാണോ ചിന്തിക്കുന്നത്, എപ്പോഴേ നീ എടുക്കണായിരുന്നു ഇതൊക്കെ, ഞാൻ തരാ പൈസയൊക്കെ ഉണ്ടാവും, ഞാൻ തരാ പൈസ. ഇത്ര രൂപത്തിൽ മാറ്റത്തിൽ ആ ആള് വോയിസ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ നാഫിയ എടുത്ത്, നാഫിയ ഇത് ഞാനാണെങ്കിൽ എപ്പ ചാടി കയറുന്ന വെച്ചാല് ഇത്രയും പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡ്, പക്ഷെ അവരെ മനസ്സിലാക്കാൻ പറ്റാതിരുന്നത് ആർക്കാ? നമുക്കാ മനസ്സിലാക്കാൻ പറ്റാതിരുന്നത്. അത്രയും പവറായിട്ട് നമ്മളെ ഉയർച്ചക്ക് കൂടെ നിൽക്കാൻ റെഡിയാണ് അവരൊക്കെ. പക്ഷെ നമ്മൾ പറയും എന്താണെന്നറിയില്ല, എനിക്ക് സുഖമാണോ എന്ന് ഒരു തവണ പോലും എന്നോട് ആരും ചോദിക്കുന്നില്ല. നാഫിയ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഡയലോഗായിരുന്നു. എന്നിട്ട് കുറേ കരഞ്ഞിരുന്നു. ആരും എന്നോട് സുഖാണോ ചോദിക്കുന്നില്ല, ഞാൻ എല്ലാവർക്കും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് ഒന്ന് എന്റെ കാര്യം ആരും ചോദിക്കുന്നില്ല, ഭയങ്കര വിഷമാണെന്ന് നാഫിയ കുറെ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നാഫിയക്ക് ഇന്ന് അത്രയും ആളുകളുടെ ഇടയിൽ റെസ്പെക്ട് കിട്ടുന്നത് എന്തുകൊണ്ടാ? നാഫിയെ സ്നേഹിച്ചു തുടങ്ങി. അവിടെയുള്ളൂ. നാഫിയെ സ്നേഹിച്ചു തുടങ്ങി. അവിടെ നിന്ന് എല്ലാവരും അവളെ സ്നേഹിക്കാൻ തുടങ്ങി. എല്ലാവരും അവൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇത് നാഫിയ ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഇതേപോലെ നമ്മുടെ CCയിൽ വന്ന ഓരോ ആളുകളുടെ ലൈഫിലും ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന ലുലു എന്നുള്ള പേര് നമ്മുടെ സുനീറ മാം ഇരിക്കുന്നുണ്ട്. മാം ക്യാമ്പിന് വന്ന വ്യക്തിയാണ്, നമ്മുടെ ക്യാമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത. ക്യാമ്പിന് വരുന്നതിന്റെ മുന്നേ ഉണ്ടായിരുന്ന സുനീറ മാമും ആഫ്റ്റർ ക്യാമ്പ് അതിനുശേഷം നമ്മുടെ 5am ക്ലബിൽ ദെൻ CCയിലേക്കും ജോയിൻ ആയിട്ടുണ്ട്. അവരുടെ ലൈഫില് ഞാൻ അവരെ ഒബ്സർവ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ക്യാമ്പിൽ വരുന്നതിന് മുന്നേ ഭയങ്കര ഡൗട്ടുകളാണ്, സ്വന്തമായിട്ടൊരു തീരുമാനമില്ല. അനിയത്തി വഴിയാണ് ക്യാമ്പിലേക്ക് എത്തുന്നത്. ക്യാമ്പിന്റെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്ത് അനിയത്തിയായിരുന്നു. ഇവർക്ക് ബസ് കയറാൻ അറിയില്ല, കോഴിക്കോട്ടേക്ക് എത്തേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല. ക്യാമ്പിലേക്ക് ഇവരെ എത്തിക്കുന്നത് വരെ ഞാനും എന്റെ നംസീറ മാം വരുന്നുണ്ട്, നല്ലോണം എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇവരെ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി. അവസാനം എനിക്ക് ഇതിന്റെ പിന്നിൽ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് നമ്മുടെ എന്താ പറയാ, തിരുവമ്പാടി ഭാഗത്ത് എന്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, ഞാൻ അവനെ ഏൽപ്പിച്ചു കൊടുത്തു, നീ അവരൊന്ന് ഹാൻഡിൽ ചെയ്തിട്ട് ഇവിടെ എത്തിക്ക്. അങ്ങനെ അവനാണ് പിന്നെ അവരവിടെ സ്റ്റോപ്പിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത്. കാരണം ഇവർക്ക് അറിയില്ല, ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇവർക്ക് സപ്പോർട്ട് വേണം. ബാക്കിൽ നിന്ന് ആരോ തള്ളിക്കൊണ്ടിരിക്കുക. ഒരുപാട് എന്താ പറയാ, ആകെപ്പാടൊരു ഗ്ലൂമി ആയിട്ട് വരുന്ന വ്യക്തി, കുറെ വിഷമങ്ങളും ടെൻഷന്റെയും കൂമ്പാരം കൊണ്ടും ആകെ ഒടിഞ്ഞു തൂങ്ങിയിട്ടുള്ള ഒരു ആള്. പക്ഷെ ആഫ്റ്റർ ക്യാമ്പ് അവർ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ അവരെങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഫേസിൽ ആ ചിരിയോടുകൂടെ അവർ സംസാരിച്ചു. അതിനുശേഷം അവർ ആക്ഷൻ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് അവർ CCയിലേക്ക് ജോയിൻ ചെയ്തു. ഇതൊക്കെ അവരെ കൊണ്ട് പറ്റിയത് അവരെടുത്തിട്ടുള്ള ആക്ഷൻ, ആ ഒരു സ്റ്റെപ്പ് അവരങ്ങ് എടുത്തു എന്നുള്ളതുകൊണ്ടാണ്. അവര് മെല്ലെ അവരെ സ്നേഹിച്ചു തുടങ്ങിയപ്പോ അവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മെല്ലെ മെല്ലെ മാറി നീങ്ങി വരാൻ തുടങ്ങി. അതൊക്കെ ക്ലിയർ ആവാൻ തുടങ്ങി. അവരെ ഹാപ്പി ആയി തുടങ്ങി. ഇനിയും ഒരുപാട് ഹാപ്പിനെസ്സിലേക്ക് അവരൊക്കെ എത്തും. ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും, നൂർജാൻ മാം, നസീമ മാം, സഫിയ മാം, ഇവർക്കൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്ന ഇതൊരു 99 റുപ്യന്റെ ഒരു ടോക്കൺ ആണ് അല്ലെ, നിങ്ങൾ ഇവിടെ ഒന്ന് കാലിട്ട് അത്രമാത്രം ചെയ്ത് അവിടുന്ന് നിങ്ങൾ ഇതിന്റെ ആഴത്തിലേക്ക്, നിങ്ങൾ ഡീപ്പ് ലെവലിലേക്ക് നിങ്ങൾ ഇറങ്ങി വരണം. വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ, ഇത് ഞാൻ എന്റെ ഒരു ചാരിറ്റി സാധനമായിട്ട് ചെയ്യുന്ന കാര്യം. എനിക്ക് 5am ക്ലബ്ബ് എനിക്കിഷ്ടമാണ്. രാവിലെ നേരത്തെ എണീക്കുന്നതും രാവിലെ നേരത്തെ തഹജ്ജുദ് നമസ്കരിക്കണം, രാവിലെ ഉണർന്നിരിക്കണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹം ആയതുകൊണ്ട് എന്റെ ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്തിട്ടുള്ള സാധനമാണ് ഇത്. എനിക്കും കൂടെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഞാനിത്. കാരണം ഇതില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓപ്പൺ ആക്കുന്നത്, എനിക്ക് ഉണർന്നിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലൂടെ ഷെയർ ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അതാണ് 5am ക്ലബ്ബ്.
എന്റെ കൂടെ നിങ്ങൾ ഗ്രോ ചെയ്യും. ദെൻ അതിന്റെ ഡീപ്പർ ലെവലിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് CC അറ്റൻഡ് ചെയ്യാം. CCയിൽ വരുമ്പോൾ നിങ്ങളെ ഞാൻ കേൾക്കും, എന്താണ് നിങ്ങളെ പ്രശ്നം എന്നത് ഞാൻ കേൾക്കും. ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷനിലൂടെയാണ് നമ്മൾ ഓരോ സെഷനും മുന്നോട്ടേക്ക് പോവാം. 7 ദിവസം കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ എന്റെ സെഷൻ ഉണ്ടായിരിക്കും, തെറാപ്പികൾ ഉണ്ടായിരിക്കും, ഹീലിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും. എന്താണോ നിങ്ങളെ പ്രശ്നം അതിനുള്ള സൊല്യൂഷൻ അവിടെ കിട്ടും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ 3 മന്ത് ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. അതിന്റെ അടുത്തൊരു ലെവലാണ് CCTM. നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് തെറാപ്പികൾ പഠിക്കാനും നിങ്ങൾക്ക് കുറച്ചും കൂടെ ആഴത്തിൽ നിങ്ങളെ ക്ലിയർ ചെയ്യാനും, നിങ്ങളെ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ക്ലാരിറ്റി വരും. ഇപ്പൊ നമ്മള് ഇതിന്റെ പ്രീ ടാസ്ക് സ്റ്റാർട്ട് ചെയ്ത സമയം തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട്, എന്തായിരുന്നു എന്റെ ക്ലിയർ ഏരിയ എന്നുള്ള എനിക്ക് കിട്ടിയിരുന്നില്ല, പക്ഷെ ടാസ്ക് ചെയ്ത സമയം തൊട്ട് എന്റെ മുന്നിൽ അത് ക്ലാരിറ്റി ആയിട്ട് വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോ ആ ഒരു വ്യക്തത നിങ്ങളെ മുന്നിലേക്ക് വരും. അത് വരാൻ ഈ ലെവലിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിങ്ങൾക്കൊരു വ്യക്തത കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിനെ വേണമെങ്കിൽ ഒരു വരുമാനമാക്കി മാറ്റിയെടുക്കാം. വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഏൺ ചെയ്യാം, പുറമേക്ക് പോയിട്ട് ക്ലാസ് എടുക്കണമെങ്കിൽ ചെയ്യാം, കൗൺസിലിംഗ് ചെയ്യാം, തെറാപ്പി ചെയ്യാം, എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ആ മാറ്റം കൊണ്ടുവരാം. ഞാൻ ഈ കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുള്ളത് എന്നെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒത്തിരി ക്യാഷ് കൊടുത്ത് പല കോഴ്സസ് ഞാൻ പഠിച്ചു. ഞാൻ ലക്ഷങ്ങൾ പൊട്ടിച്ച് പഠിച്ചിട്ടുണ്ട്. നിങ്ങളെ പോലെ 99 റുപ്യ കൊടുത്ത് മാത്രമല്ല ഞാൻ പഠിച്ചത്, ഞാൻ ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് എന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്നൊരു ബാഡ് ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഭയങ്കര കുറുമ്പും വാശി, ഒറ്റ മോളായിട്ട് പിറന്നതിന്റെ കുറുമ്പും വാശിയും ഒക്കെ ഉണ്ടായിട്ടുള്ള, സങ്കടങ്ങൾ മാത്രമുള്ള, എന്തിനും കരച്ചിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു മുബഷിറ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മുബഷിറ ഫാറൂഖിലേക്ക് ഒരു ചേഞ്ച് വന്നത് ഞാൻ എന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. എന്നിലേക്ക് ടൈമും പണവും ഞാൻ എന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോ എനിക്ക് ആ ചേഞ്ച് വന്നു തുടങ്ങിയത്. ആ ഒരു വെളിച്ചം എന്റെ ലൈഫിൽ കിട്ടിയപ്പോ എന്റെ മക്കൾ ഭയങ്കര ഹാപ്പി, എന്റെ ഹസ്ബൻഡ് ഹാപ്പി, എന്റെ ഫാമിലി ഹാപ്പി. എനിക്ക് ആർക്കും വേണ്ടിയിട്ട് അവർക്ക് എന്താ പറയാ, അവരൊക്കെ നമുക്ക് അവരുടെ മുന്നിൽ ഇപ്പൊ ഒരു റെസ്പെക്റ്റും അതോടൊപ്പം അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു. ഇങ്ങനെ ഏത് രീതിയിൽ നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മളിങ്ങനെ ആ ഒരു വെളിച്ചം നമ്മുടെ ലൈഫിലേക്ക് കിട്ടിയപ്പോ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് കൂടെ കൊടുത്തുവിടാം. അവിടെ നിന്നാണ് CC സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്റെ ക്ലാരിനെസ്റ്റ് ഫോം ചെയ്യുന്നതും എന്റെ ടീം ബിൽഡ് ചെയ്യുന്നതും ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കുന്നു. ഓക്കെ, സോ ഇത് നിങ്ങൾ ആക്ഷൻ എടുക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏപ്രിൽ 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന CCയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു തുടങ്ങാം. ഫുൾ പേയ്മെന്റ് 5,000 ആണ്. 5,000 ഒറ്റയടിക്ക് അടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ ഇട്ട് കൊടുക്കാറുണ്ട്. ബിക്കോസ് ലൈഫിൽ മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണത്. ആ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾ വേറെ എവിടെയും ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ഒന്നും കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. ഫുൾ പേയ്മെന്റ് റെഡി ക്യാഷ് അടക്കേണ്ടി വരും. പക്ഷെ ഇവിടെ ഞാൻ എന്റെ പണത്തിനേക്കാളും വാല്യൂ എനിക്ക് എന്റെ മുന്നിൽ വരുന്ന ആളുകൾക്ക് റിസൾട്ട് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് ആ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് കണക്ട് ചെയ്യുക, ഒന്നിൽ എന്നെ വിളിക്കാം, അല്ലെങ്കിൽ എന്റെ മെന്റേഴ്സിന്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, ജസ്റ്റ് 1000 റുപ്പീസ് തൊട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ചെയ്യാം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗഡു കംപ്ലീറ്റ് ചെയ്യാം. ദെൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പേയ്മെന്റ് കോഴ്സിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് തലേ ദിവസം അന്ന് വരെ നിങ്ങൾക്ക് സമയം തരാറുണ്ട്. അന്നത്തോടു കൂടി നിങ്ങൾ ഫുൾ പേയ്മെന്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഏപ്രിൽ 10-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സമയമുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ തൊട്ട് ഇൻസ്റ്റാൾമെന്റ് അടച്ചു തുടങ്ങാം, കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വേണമെന്ന് വിചാരിച്ചിറങ്ങാം. എന്റെ ലൈഫിൽ ഒരു മാറ്റം വേണം. ചിലപ്പോൾ അത് 5 ലക്ഷം കൊടുത്താൽ പോലും ചിലപ്പോൾ കിട്ടാത്ത സാധനമായിരിക്കും. അവിടെ നമ്മൾ ആ പണത്തിന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് ആലോചിക്കരുത്. എനിക്ക് മാറണം എന്ന ഡിസിഷൻ മാത്രം നിങ്ങൾ എടുത്താൽ നിങ്ങളെ മുന്നിൽ അതിനുള്ള അവസരം വരും. പൈസ എങ്ങനെയെങ്കിലും വരും. മണി ഈസ് ആൻ എനർജി. മണി ഈസ് ആൻ എനർജി. നിങ്ങൾ അതിനെ ഓപ്പൺ ചെയ്യാൻ, അതിനെ റിസീവ് ചെയ്യാൻ റെഡി ആയിട്ട് ഇരുന്ന നിങ്ങളെ മുന്നിലേക്ക് പണം വരുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. എവിടെന്നെങ്കിലും നിങ്ങളെ കയ്യിലേക്ക് ഇത് എത്തും. അത് നിങ്ങൾ തന്നെ കഠിനമായിട്ട് അധ്വാനിച്ചാൽ മാത്രമൊന്നുമല്ല, നിങ്ങൾ ആഗ്രഹം നിങ്ങളെ മുന്നിലേക്ക് വെക്ക്. എനിക്ക് വേണം, എന്നിൽ മാറ്റം സംഭവിക്കണം, എനിക്ക് CCയിൽ ജോയിൻ ചെയ്യണം. നിങ്ങളൊരു ആഗ്രഹം അത് പവറായിട്ട് എഴുതി വെക്ക്, വിഷ്വലൈസ് ചെയ്യും. നിങ്ങളെ മുന്നിൽ അത് ക്ലിയർ ആയിട്ട് വരും. അതിനുള്ള വഴി നിങ്ങളെ മുന്നിൽ ഓപ്പൺ ആവും. അതിനുള്ള പൈസ നിങ്ങളെ മുന്നിലേക്ക് വരും. ഓക്കെ, എനിവേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാനുള്ള, നിങ്ങൾക്ക് ഇതുവരെ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്നും ഒരു മുക്തി, ഇനി എനിക്കിങ്ങനെ പോയാൽ പോരാ, സമാധാനത്തോടെ സന്തോഷത്തോടെ എനിക്ക് ജീവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ CCയിലേക്ക് വരിക, CC ടീമിലേക്ക് വരിക. നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ എനിക്ക് CC പാർട്ടിസിപ്പൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ ഒന്ന് അഡ്വാൻസ് ചെയ്യും, ഒന്നുകൂടെ അഡ്വാൻസ് ചെയ്യും, അടുത്ത തലത്തിലേക്ക് എത്തും. പിന്നെ നിങ്ങൾ കുറച്ചും കൂടി ഒരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പഠിക്കും. ആ മോഡിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നമ്മുടെ CC ടീമും റെഡിയാണ്.
എനിവേ, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കേണ്ട ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം, എന്ത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യും, എന്ത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ചിന്തിക്കുക. അതിനുവേണ്ടി കുറച്ചെങ്കിലും കാര്യം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുക എന്നുള്ളതാണ്. ഈ 10 ദിവസത്തെ ടാസ്കിലൂടെ കടന്നു പോയപ്പോ ചില ആളുകൾക്ക് 10 കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇന്ന് നിങ്ങൾക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാനുള്ള അവസരമാണ്. ഇന്നത്തെ ദിവസം ഞായറാഴ്ച നിങ്ങളൊന്ന് ഫ്രീ ആയിരുന്നിട്ട് ഈ 10 ഏതൊക്കെയാണോ ഞാൻ വിട്ടുപോയത്, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തു, സ്മൈല് ചെയ്തുകൊണ്ടേയിരുന്നു, അതുപോലെ തന്നെ നല്ലൊരു പാരന്റ്, നല്ലൊരു ഉമ്മയായിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ദിവസം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു, ഹസ്ബൻഡിന് മുന്നിൽ നല്ലൊരു ഭാര്യയാവാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു, സ്വയത്തിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു, പിന്നെയോ പിന്നെന്തൊക്കെ പറഞ്ഞേ മനാൽ മാം? ഫോർഗീവ് ചെയ്യുക, നമ്മള് മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്യുക, സെൽഫിനോട് ഫോർഗീവ് ചെയ്യുക, നമ്മുടെ ക്രിയേറ്ററുടെ മുന്നിൽ ഫോർഗീവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതിൽ ഏതെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഇന്ന് അതൊക്കെ ഒന്ന് ചെയ്തിട്ട്, ചെയ്തവരെ ഇന്ന് അതിലൂടെ ഒന്നും കൂടെ ഒന്ന് കടന്നു പോവാ. എല്ലാ ടാസ്കുകളും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇന്നൊന്ന് കടന്നു പോയി നോക്കിയേ, ഇന്നത്തെ ദിവസം ഭയങ്കര രസമായിരിക്കും. അല്ല, സ്മൈൽ ചെയ്ത് എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ഫോർഗീവ് ചെയ്യുന്ന ഒരു മനസ്സുള്ള നല്ലൊരു ഉമ്മയായിട്ട്, നല്ലൊരു ഭാര്യയായിട്ട്, നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ ദിവസം എല്ലാം കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒറ്റ ദിവസമാക്കി വെക്കേ. പവർഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം ഇതെല്ലാം ഈ 10 ദിവസത്തിനും കൂടെ ഒന്ന് കൂട്ടിക്കൊടുക്കാനുള്ള ദിവസമാണ്. ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ചെയ്യാത്തവര് ചെയ്ത് തുടങ്ങുക, ചെയ്ത് കംപ്ലീറ്റ് ചെയ്തവര് വീണ്ടും അതിലൂടെ ഒന്ന് കടന്നു പോവാ. ഇന്നത്തെ ഞായറാഴ്ച പവർഫുൾ ആയിട്ടുള്ള ഒരു ഞായറാഴ്ച ആയിട്ട് മാറട്ടെ. സിസിയിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ളവർ മെസ്സേജ് ചെയ്യുക, അവർക്ക് ഡീറ്റെയിൽസ് കിട്ടും, ആക്ഷൻ എടുത്ത് തുടങ്ങാം. CCTVയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ മെസ്സേജ് ചെയ്യുക, ആക്ഷൻ എടുക്കുക. ഓക്കെ, എനിവേ, താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ സൺഡേ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഏറ്റവും മനോഹരമായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടോട്ടലായി ഒരു ചേഞ്ച് ഉള്ള ഒരു ദിവസമായിട്ട് മാറട്ടെ. എപ്പോഴും സ്മൈൽ ചെയ്തോണ്ടിരിക്കുക. സൽമ, കീപ് സ്മൈൽ ഓൾവേസ്, കീപ് സ്മൈൽ ഓൾവേസ്. താങ്ക് യു മാം. താങ്ക് യു. പുതിയ ആളുകളോട് ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഓപ്പൺ ടോക്കിലേക്ക് നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. മാമിനെ കുറിച്ചിട്ട് ഞാനൊരു പോയം എഴുതിയിട്ടുണ്ട്. അത് ഞാൻ മാമിന് പേഴ്സണലായിട്ട് അയച്ചിട്ട് നാളെ ഞാൻ ഗ്രൂപ്പിൽ ഇൻഷാല്ലാ നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ടൈമിൽ പറയാം കേട്ടോ. ആദ്യം മാം അത് വായിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് ഞാന് താങ്ക് യു. ഹോട്ടൽ എഴുതുന്നുണ്ടോ? ഞാൻ എന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചൊരു വഴിയാണ്. കാരണം എന്റെ ഗ്രൂപ്പിൽ മാമാസിൽ ഓരോ ടാസ്ക് വരുമ്പോൾ ഞാൻ ഇങ്ങനെ എന്റെ പണ്ട് എഴുതായിരുന്നു, എല്ലാരെയും കളിയാക്കുന്നത് ഞാൻ നിർത്തിയിരുന്നു. ഇപ്പം ഇങ്ങനെ എഴുതും, വീണ്ടും എഴുതാൻ തുടങ്ങി. അപ്പം മാം ഇങ്ങനെ ഓരോന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിപ്പം ആ ഒരു മെഡിറ്റേഷന്റെ ഒരു എഫക്ട് എനിക്ക് കിട്ടിയപ്പം മാമിനെ കുറിച്ച് എനിക്ക് കുറെ വരികൾ കിട്ടി. ഇന്നലെ തുണി അഴിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ആ വരികൾ ഓർമ്മ വന്നത്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് എഴുതി അത് മാമിന് തന്നെ ഫസ്റ്റ് അയച്ചു തരണം, എന്നിട്ട് ഗ്രൂപ്പ് ഇങ്ങനെ എല്ലാരോടും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. മാം ഒരു കാര്യം പറയട്ടെ? ചാക്കി, ഈ ഇന്ന് തന്നെ CCയിൽ ജോയിൻ ചെയ്യും. എനിക്ക് പ്രഷർ കുറയാനുള്ള പ്രോബ്ലംസ് ഒക്കെ CCയിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് സിറ്റിംഗിൽ തന്നെ എന്റെ പ്രോബ്ലംസ് സോൾവ് ആവും. നേരത്തെ എന്നെ കണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ കെട്ടിപ്പിടിച്ചു. എനിക്ക് അത്രയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. ഒരു സിസ്റ്റർ അല്ല, ഞാനിത് റിയൽ ആയിട്ട് പറയണതാ. കാര്യം എന്താ വെച്ചാ, നമ്മൾ സിറ്റിങ്ങില് ഫസ്റ്റ് മാമിന്റെ സിറ്റിങ്ങിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ ഒരു പാറക്കഷ്ണം ഇരിക്കണ്ടാവും, ഒരു റോള് പോലെ ആയിട്ട് അടഞ്ഞിരിക്കണുണ്ടാവും. അതങ്ങോട്ട് പൊട്ടും. ആ പൊട്ടിയിട്ട് അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക, അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി പോകും. കുറേ ഒഴുകിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നതാണ് പ്രഷറായിട്ട് കുറഞ്ഞതൊക്കെ കൂടി വരും. അപ്പൊ നമ്മളുടെ ഉള്ളിൽ കുറെ പ്രോബ്ലംസുകൾ ഉണ്ടാവും. ആ പ്രോബ്ലംസ് ആണ് ഈ വെള്ളമായിട്ട് പോണത്. അതവിടെ കെട്ടിയിട്ട് ഒരു മൂലയില് ഷാക്കി ചിന്തിക്കാത്ത കുറെ കാര്യങ്ങളാവും അവിടെ ഉണ്ടാവുക. അത് കാരണം കൊണ്ടാണ് ഈ പ്രഷർ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. നമുക്ക് ടെൻഷനുകൾ വരുമ്പോഴാണ് നമ്മുടെ പ്രഷർ ലോ ആവണത്. അത് നമുക്ക് കൂടണമെങ്കിൽ നമ്മളുടെ ബോഡി റിലാക്സ് ആവണം. ആ റിലാക്സ് ആവുമ്പോഴാണ് നമ്മൾ ഓക്കെ എനർജി ആണെന്ന് നമ്മളുടെ ബോഡി നമുക്ക് തരും ഒരു സിഗ്നൽ. അതാണ്. അല്ലാതെ ഷാക്കിക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് ആർക്കും അസുഖങ്ങൾ ഉണ്ടാവില്ല. എനിക്ക് ഈ CCയിൽ വരുന്ന സമയത്ത് എപ്പോഴും കാലിന്റെ ഈ സൈഡിൽ ഒരു വേദന ഉണ്ടായിരുന്നു. ആ വേദന ഞാൻ ഓർക്കാറേ ഇല്ല. ഇപ്പൊ അത് മാറിപ്പോയി, ഞാൻ അങ്ങനെ സങ്കല്പിച്ച്. അപ്പൊ എനിക്കില്ല.
അപ്പൊ നമ്മൾ ആ സിറ്റിംഗ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്നും അവിടെ നിന്ന് കിട്ടണില്ല. പക്ഷെ അള്ളാടെ മുന്നിൽ നമ്മൾ മാമിനെ സങ്കല്പിക്കണ പോലെ നമ്മളുടെ ഉള്ളിൽ നിന്ന് മാം ഫസ്റ്റ് ഒരു ചോദ്യം ചോദിക്കോളാം. പക്ഷെ നമ്മളിങ്ങനെ പാറ അവിടെ നിന്ന് നീക്കിയിട്ട് അതിൽ കൂടി ഒഴുകി ഇങ്ങനെ പോകും. അപ്പൊ നമ്മളെ കേൾക്കാൻ ഒരാൾ ഇരിക്കണം നമ്മളെ മുന്നിൽ. അപ്പൊ നമ്മുടെ അസുഖങ്ങളായാലും എന്തായാലും പിറ്റത്തെ ദിവസം നമ്മളൊരു എനർജറ്റിക് ആയിട്ടാണ് നമ്മള് വേറൊരാളായിട്ടാണ് മാറുന്നത്. പിന്നെ മാമിന്റെ ടൂൾസ് കാര്യങ്ങള് അതൊക്കെ ഈ CC ജോയിൻ ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻഷാല്ല ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. ക്യാഷ് അത് അതിന്റെ വഴിക്ക് വരും. നമ്മൾ ക്യാഷ് ഇല്ലാന്ന് പറയാം, CC ജോയിൻ ചെയ്ത് ആ ജോയിൻ ചെയ്യണതും ഒക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് തണ്ടെത്താൻ അങ്ങോട്ട് വരും. വേറെ ഒന്നും ഞാൻ ഫസ്റ്റ് CC ജോയിൻ ചെയ്യുമ്പോഴായാലും ഹസ്ബൻഡിനോട് പറയാതെ CC ജോയിൻ ചെയ്യണം. ഞാനിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും. ക്യാഷ് കിട്ടണ അയക്കണതിൽ നിന്ന് ഞാൻ ഇപ്പൊ 10 ദിവസമോ 15 ദിവസം ഞാൻ ചോദിക്കുമ്പോഴൊക്കെ ക്യാഷ് തരാം. അപ്പൊ ആ ക്യാഷ് തരുമ്പോ എന്താവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അപ്പൊ ഇപ്പൊ ഗൂഗിൾ പേ വന്ന കാരണം അങ്ങനെയാണ്. എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും മന്ത്ലി വരില്ല ക്യാഷ്. ചോദിക്കുമ്പോ എനിക്ക് ഇട്ടുതരും. അപ്പൊ ആ ഇട്ട് തരുന്ന ഞാനൊരു 100 രൂപ എപ്പോഴും ഞാൻ നീക്കിക്കും. അപ്പൊ എന്റെ കയ്യിൽ ആ ക്യാഷ് ഉള്ള കാരണം കൊണ്ട് 5000 രൂപ ഇതിക്ക് അടക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറ്റുമോന്ന് ഞാൻ ചോദിച്ചു. ആദ്യമൊക്കെ പറഞ്ഞപ്പോ വേണ്ട, എന്തിനാ വെറുതെ മൊബൈലും നോക്കി കൂടുതൽ ഇരിക്കണം, ഇക്കാക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ വേണ്ടാന്ന് വെച്ച് ഞാന് ആദ്യം 1000 രൂപ കൊടുത്തിട്ട് ബാക്കി കിട്ടുമോ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു. പിറ്റത്തെ ദിവസം ഷാനാനെ വിളിച്ചിട്ട് ഞാൻ 5000 കൊടുക്കുകയാണ്. അപ്പൊ അതെനിക്ക് നമ്മളെ വിഷ്വലൈസ് ചെയ്ത് എനിക്ക് വേണം എന്ന് ചിന്തിച്ചിട്ട് പിറ്റത്തെ ദിവസം എന്നോട് ചോദിക്കണം എന്നോട് ഹസ്ബൻഡ് ഞാൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞതല്ലേ ഈ ജോയിൻ ചെയ്യ്, അന്നിലൊരു മാറ്റം എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, ഈ ചിരിക്കുന്ന മുഖം എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, അസുഖങ്ങൾ പറയരുത് എന്നുള്ള രീതിയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്രയോ ക്യാഷുകൾ കൊണ്ടടക്കണം. CC വന്നപ്പോ അങ്ങനെ കാശ് നമുക്ക് അവിടേക്ക് കൊടുക്കണ്ട, ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ അടുത്ത് നെക്സ്റ്റ് നമ്മൾ റെഫർ ചെയ്യാൻ തുടങ്ങും. നമുക്ക് പഠിക്കണം, കുറെ അറിവുകൾ കിട്ടണം നമുക്ക് തോന്നും. അപ്പൊ CC ജോയിൻ ചെയ്യാം. പിന്നെ നമ്മള് എന്താ പറയാ വിഷൻ ബോർഡ് നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് കുറെ ആഗ്രഹം നമ്മള് ഒരു ബുക്കിലേക്ക് നമുക്ക് പകർത്താൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്ക് 34ാമത്തെ വയസ്സാണ്. അതിൽ എനിക്ക് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് എന്റെ ആഗ്രഹങ്ങൾ ഒന്നിലേക്ക് പകർത്താൻ പറ്റിയത് ഈ CC വന്നിട്ടാണ്. അപ്പൊ നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ട്. അത് കാണുമ്പോ ആ വിഷൻ ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോ അതുമ്മൾക്ക് നേരം വെളുത്തിട്ടായാലും പിന്നെ ഞാനിത് ചെയ്തില്ലേ, ഇതൊക്കെ നമ്മളെ ആഗ്രഹങ്ങളല്ലേ എന്ന് പറയാൻ പറ്റുന്നത് നമ്മൾ ഈ CC ജോയിൻ ചെയ്താണ്. അസുഖങ്ങളൊക്കെ നമ്മൾ മാറും ഈ CC ജോയിൻ ചെയ്താൽ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചാൽ മതി. അപ്പൊ ആരൊക്കെ ഇപ്പൊ ഇന്ന് ഈ നിമിഷം ഇവിടെ ഇരുന്നിട്ട് CC ജോയിൻ ചെയ്യണം എന്നുള്ളത് ഇപ്പൊ തന്നെ CC ജോയിൻ ചെയ്യാം. അതാണ് എന്റെ ഒരു അഭിപ്രായം. താങ്ക് യു മാം. എന്റെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടാ. താങ്ക് യു സോ മാം ഒരു മിനിറ്റ്, ഒരു കാര്യം. ഇപ്പൊ അയാൾ ഇത്ര പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ എനിക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, നന്നായി ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാന്. ആരോ എന്തോ പറഞ്ഞതിന്റെ പേരിൽ മാമ ഫസ്റ്റ് സിറ്റിംഗില് ഞാൻ പറഞ്ഞത് എനിക്ക് ആ പഴയ ചിരി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. എനിക്ക് ചിരിക്കുന്നത് കാണാൻ ഭംഗിയില്ലാന്നോ എന്തോ പറഞ്ഞതിന്റെ പേരില് എന്റെ ചിരി ഞാൻ അവസാനിപ്പിച്ചതാണ്. മെസ്സേജ് ഫുൾ ടൈപ്പിംഗ് ആക്കിയ ഒരു വ്യക്തിയാണ്. കോളേജില് വരെ എന്താ പറയാ പ്രസംഗം ആ ഒരു സംഭവത്തിന് ടോപ്പിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാ. പക്ഷെ അത് കഴിഞ്ഞ് എപ്പോഴോ അതെല്ലാം ഞാൻ അവസാനിപ്പിച്ചു. സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ഇപ്പൊ പറഞ്ഞില്ലേ വിഷൻ ബോർഡ്, എന്റെ വിഷൻ ബോർഡിന്റെ അടുത്താ ഞാൻ ഇരിക്കുന്നത്. ഇതിലിപ്പോ പറഞ്ഞ ഇതില് ഇപ്പൊ മാം എന്താ പറയാ എനിക്കിപ്പോ ഏജ് കുറച്ചുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്ത് അതിന്റെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമെന്ന് പോലും. മാമിന്റെ അടുത്ത് ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. CC വന്നപ്പോ കുറേ മാറ്റങ്ങൾ വന്നു. എത്ര മാറ്റങ്ങൾ വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞാൽ അത് തീരില്ല, അത്രത്തോളം മാറ്റം വന്നു. കാരണം ഞാന് പറഞ്ഞല്ലോ ചിരിക്കുന്ന ഒരു വ്യക്തിയാ. എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും മക്കളാണെങ്കിലും അത്ര ചിരിക്കാൻ ആ ഒരു എന്തോ ഒരു ബ്ലോക്ക് അവരിലുണ്ടായിരുന്നു. ഞാൻ എന്റെ ചിരി കൊണ്ട് അവരിൽ ഇപ്പൊ വന്ന മാറ്റം, ഇപ്പൊ അവരും ചിരിച്ച് സംസാരിക്കുക. അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലായി,
ഒരു വലിയൊരു ബ്ലോക്ക്, ഒരു മെന്റലി എന്തോ ഒരു ബ്ലോക്ക് നമ്മുടെ ഉള്ളിലുണ്ട്. മാമിന്റെ അടുത്ത് വന്നപ്പോ ആ ഫസ്റ്റ് സിറ്റിങ്ങില് ആ ബ്ലോക്ക് അങ്ങ് മാറി. ആ ബ്ലോക്ക് മാറിക്കഴിഞ്ഞപ്പോ എവിടെയാണെങ്കിലും ആ ഒരു ബ്ലോക്ക് മാറിക്കഴിയുമ്പോ അത് എന്തൊരു സംഭവമാണെങ്കിലും നല്ല രീതിയിൽ അത് ഫ്ലോ ചെയ്യും. ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്ന ഒരാളുണ്ട്, തനുജ എന്ന് പറഞ്ഞിട്ടുള്ള മാമിനെ ഞാൻ കൊണ്ടുവന്ന. ഞാൻ പറഞ്ഞു മാമിന്റെ അടുത്ത്, അതിനോട് കുറേ സംശയങ്ങൾ മാം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് ചേർന്നോ, കാരണം എനിക്ക് വന്ന മാറ്റം എനിക്ക് പേഴ്സണലി നല്ല പോലെ അറിയാം. അത് മറ്റൊരാൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഉള്ളിൽ വന്നൊരു ചേഞ്ച് എത്രത്തോളം വലുതാണെന്നറിയാം. ആ ഒരു രീതിയിൽ ഞാൻ ആളെ കൊണ്ടുവന്നതാണ്. അൽഹംദുലില്ലാ ഇപ്പോഴും എന്താ പറയാ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആളുടെ ഓരോ ഫീഡ്ബാക്ക് കേൾക്കുമ്പോഴും. അപ്പോ അതേപോലെ CC എന്ന് പറയുന്നത് ശരിക്കും ഞാനൊന്ന് പറയട്ടെ. അപ്പോ ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ഇത് മാമിനെ ചെയ്യാത്തവര് ഉടനെ ചെയ്യാം. അത്രക്ക് പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നിന്ന് കിട്ടുക. ഒരിക്കലും അതൊരു നഷ്ടാവില്ല. കാരണം ഈ ഞങ്ങൾ ചേർന്നപ്പോ ഇത്ര രൂപ കൊടുക്കണമല്ലോ, അത് എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷെ ഇതിൽ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ എന്റെ ബ്ലോക്ക് മൊത്തം മാറി, എനിക്ക് എന്റെ പഴയ എന്നെ കിട്ടി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞതുകൊണ്ടാണ് ഇതില് ചേർന്നിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടമായിരിക്കും. അതുപോലെ തന്നെ മെഡിറ്റേഷനും, ആ മെഡിറ്റേഷന്റെ പവർ അത്രത്തോളാണ്. ഒരു ദിവസം ചെയ്ത് പിറ്റേ ദിവസം ചെയ്തില്ലെങ്കിൽ ആ 2 ദിവസം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ ചെയ്യുന്ന ആ ദിവസത്തെ ആ ഒരു എന്താ പറയാ, ആ ഒരു പവർ മോർണിംഗിൽ കിട്ടുന്നത് നമുക്ക് നൈറ്റ് വരെ ഉണ്ടാവും. അതല്ലെങ്കിൽ പലപ്പോഴും നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ആവും, പിന്നെയും തിരിച്ചു വരണം. പക്ഷെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പവർ ഫുൾ ഡേ നമ്മളുടെ ലൈഫിൽ കറക്റ്റ് ആയിട്ട് നിൽക്കും. ഒരുപാട് ചേഞ്ച് നമുക്ക് തന്നെ മനസ്സിലായി തോന്നും, ഞാൻ ഇത്രത്തോളം ഇങ്ങനെയുള്ള ഞാനായിരുന്നോ എന്ന് വരെ തോന്നിപ്പോ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. തനുജ മാം പറഞ്ഞോളൂ. ഞാന് മാമ് കഴിഞ്ഞ ആഴ്ച ഈ 10 ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്തൊന്നും ഇറങ്ങി ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ. അങ്ങനെ ഞാൻ പോയത് ഞാൻ പറഞ്ഞില്ല, എന്റെ മകളെ വീട്ടിലേക്കാണ് പൊന്നാനിക്കുള്ള യാത്രയിൽ. അവിടെ പോയപ്പോ എനിക്ക് ഭയങ്കര എനർജി. ഞാൻ എന്റെ സ്വന്തം ഈ വീട്ടിൽ പോലെ എനിക്ക് പണി ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റാത്ത ഒരാളാണ്. മാമിനോട് കൂടുതൽ ചോദിച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ കയറിയത്. പക്ഷെ ഇപ്പൊ ഞാനും ഇപ്പൊ ഞാൻ അവളെ വീട്ടിൽ പോയിട്ടും അവളെ വീട് മൊത്തം ക്ലീൻ ആക്കി കൊടുത്ത് ഞാൻ വൈകിട്ട് ഒരു 4 മണിക്ക് ഇറങ്ങി വരുമ്പോ അവളെ എന്റെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത് താങ്ക് യു മുബഷിറാമെന്ന്. എനിക്കെല്ലാം ഉമ്മ തന്നത് എല്ലാം അങ്ങനെ പറഞ്ഞിട്ട് താങ്ക് യു മുബഷിറാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൾക്കറിയാം ഞാൻ ഈ ക്ലാസ്സിൽ വന്നപ്പോ തന്നെ മാറിയതെന്നുള്ളത്. അപ്പൊ എനിക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ വേണം ജീവിക്കാനുള്ളത്. ഞാനിപ്പോ എന്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു, നമ്മള് വെറുതെ ഇങ്ങനെ ജീവിക്കല്ല. അവളോട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവണത് എന്നുള്ളത്. ഇപ്പോഴാണ് ശരിക്കും ജീവിച്ചു തുടങ്ങിയത്. താങ്ക് യു മാം. അപ്പൊ അതിന്റെ മകളെ എനിക്ക് ആ കിസ് വന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. അതോ എനിക്ക് വേണ്ടിയില്ലല്ലോ, മാമിന്റെ പേര് പറഞ്ഞ് കണ്ടപ്പോഴേ അവൾക്കറിയാം, അവൾക്കും മനസ്സിലായി എനിക്ക് എന്തുകൊണ്ട് മാറ്റം വന്നത്. താങ്ക് യു താങ്ക് യു തസ്നി. താങ്ക് യു സോ മച്ച്. തനുജ മാം 11 മണി 12 മണി വരെയൊക്കെ പാത്രം കഴുകുന്നൊക്കെ പറഞ്ഞിരുന്നു എന്റെ അടുത്ത്, അല്ലെ? OCDയുടെ അങ്ങേ തലയായിരുന്നു, ചെയ്ത് തന്നെ ചെയ്യാം, വീട് അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്നൊക്കെ മാറ്റം വന്ന് അൽഹംദുലില്ലാ. സൗണ്ട് പോയല്ലോ. ഇപ്പൊ കുറെ സമയമുള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ മറ്റുള്ള വീട്ടിലേക്ക് എന്നാലും ഇപ്പൊ 3 വീട്ടിലേക്ക് ഞാൻ അങ്ങോട്ട് ഫുഡൊക്കെ കറികൾ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാറ് സമയമുണ്ട്. മറ്റേത് ഇതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത്, ഇതൊന്നും നടക്കാറില്ല. ഇപ്പൊ ആ സമയം നമുക്ക് കുറെ ഉള്ളതുകൊണ്ട് അങ്ങനൊക്കെ എന്റെ ഉമ്മയുടെ ഫ്രണ്ട്സ് ഉപ്പാടെ ഫ്രണ്ട്സ് അവരുടെ അടുത്തേക്കൊക്കെ പോയിട്ട് കാണാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും എന്തെങ്കിലും കഴിക്കാൻ പോകുന്നതിന് ചോദിക്കാനും ഒക്കെ അതുപോലെ ചെയ്തു കൊടുക്കാനൊക്കെ എനിക്ക് നന്നായി പറ്റിയപ്പോ ഭയങ്കര സന്തോഷം. ഗ്രേറ്റ്, അടിപൊളി. നല്ലൊരു ഹാർട്ട് പാസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ അവര് ചെയ്യുന്നത്. അപ്പൊ നല്ല ബോൾഡ് എന്തായാലും ആയിട്ടുള്ള അടിപൊളി. ലേഡിയാണെന്ന് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ മനസ്സിലായിരുന്നു. പക്ഷെ എവിടേക്കോ അവർക്ക് ബ്ലോക്ക് ഉള്ളത് കാരണം ദിവസങ്ങള് വെറുതെ കളഞ്ഞു പോവായിരുന്നു. അപ്പൊ ആ ബ്ലോക്ക് പറഞ്ഞ നാഫിയ പറഞ്ഞ പാറക്കെട്ടങ്ങ് നീങ്ങിയപ്പോ അവരങ്ങ് ഒഴുക്ക് തുടങ്ങിയതാ. അടിപൊളിയാണ്. എല്ലാരും വേഗം തന്നെ ജോയിൻ ചെയ്യണം. ആക്ഷൻ എടുക്കാത്തവരൊക്കെ ആക്ഷൻ എടുക്കുക. ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത ആളുകളാണ് പറയുന്നത്. നമ്മളിപ്പോ പറയാം, നമ്മളെ കോഴ്സിനെ കുറിച്ച് നമുക്ക് വല്ലതും ഒരുപാട് പൊക്കി പറയാം. പക്ഷെ അതിലപ്പുറത്തേക്ക് ഇത് അനുഭവിച്ച ആളുകൾ പറയുമ്പോൾ ദാറ്റ് ഇസ് ദ റിയൽ എക്സ്പീരിയൻസ്. ഓക്കെ, എനിവേ ആക്ഷൻ എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുത്തിട്ട് വരാം. നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഇതുവരെ നിങ്ങൾ പോയതുപോലെയല്ല ഇനി പോവേണ്ടത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ചസ് സംഭവിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ.
എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നല്ലൊരു ഞായറാഴ്ച ആവട്ടെ എല്ലാവർക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. Thank you, ma'am. താങ്ക് യു താങ്ക് യു മാം. താങ്ക് യു. നാളെ മോർണിംഗിൽ ജോയിൻ ചെയ്ത ഉടനെ നിങ്ങൾ ടാസ്ക് ചെയ്ത് തുടങ്ങണം കേട്ടോ. ഓക്കെ, കുറച്ച് സമയം ഒന്നൊന്ന് ഇന്ററാക്ട് ചെയ്തതിന് ശേഷം ആരെങ്കിലുമൊക്കെ ഒന്ന് ലീഡ് ചെയ്തിട്ട് വേഗത്തിൽ നിങ്ങൾ ടാസ്ക് ചെയ്ത് തുടങ്ങണം. സമയം വേസ്റ്റ് ആക്കി കളയരുത്. Thank you, ma'am. താങ്ക് താങ്ക് യു. യു. Thank you, ma'am. Thank you so much. നൂർജാന ഓക്കെ അല്ലേ? മൈക്ക് ഓഫ് ആണ്. നല്ല ചുമയാണ്, അതാണ് ഒന്നും ഉണ്ടാതിരിക്കും. ഓക്കെ, താങ്ക് യു റിനിറ്റ. റിനിറ്റയെ വീഡിയോയിൽ കാണാറില്ലല്ലോ, വീഡിയോയിൽ വരണം കേട്ടോ. ഈ വീഡിയോയുടെ ബാക്കിൽ ഇരിക്കുന്നവരൊക്കെ വീഡിയോയിൽ വരണം. നിങ്ങളെ പോലെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ തന്നെ എവിടെയുണ്ട്. നസീമ, ഷാനിബ, വിപുല, ഞങ്ങളൊന്നും വീഡിയോ ആശ. മോഡിൽ വരാത്ത ആൾക്കാരായിരുന്നു. മാമിന്റെ അതെ അതെ, സിസിയിൽ കയറിയതിനു ശേഷം. സിസിക്ക് ശേഷമാണ് ഇവരൊക്കെ മറ തുറന്ന് വന്നു തുടങ്ങിയത്.